സക്കരിയ സലായുടെ ഉസ്താദ് അബ്ദുസ്സലാം സുല്ലമി പറയും, എനിക്ക് കണ്ണേറ് നന്നായിട്ട് അറിയാം, ഈ സുന്നികളൊക്കെ കണ്ണേറ് മൂലം കൊല്ലണം എന്ന് വരെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പോലീസ് പിടിക്കൊന്ന് പേടിച്ചിട്ടാണ്. ഇവരൊക്കെ ഞങ്ങൾക്കെതിൽ പ്രസംഗിച്ച് നടക്കാണ്, പോലീസിനെ പേടിൽ ഞാൻ ഇവരെ കൊന്നിരുന്നു കണ്ണേറ് മൂലം. ഈ നിലക്കാണ് ഇവർ കണ്ണേറില്ല എന്ന് പറയുന്നത് നല്ലത്. ഇപ്പൊ പോലീസ് പേടി, ഏതായാലും ഒരു പേടിയെങ്കിലും ഉണ്ട് ഇടയിൽ പോലീസിനെ. അപ്പൊ സക്കരിയ സലാഹി പറയാം, ശിക്ഷം പറയാം, അല്ലെങ്കിൽ ഉസ്താദിന്റെ കണ്ണ് ദുഷ്ടക്കണ്ണ് തന്നെയാണ്. കണ്ണേർ, ഇയാൾക്ക് കണ്ണേറിലൂടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഭയങ്കര പൂതിയാണ്. പോലീസ് കൊടുക്കുന്നു പേടിച്ചിട്ടാ. ഒന്ന് കാണിച്ചെടുത്താൽ എനിക്ക് കുറെ ആളുകളെ എനിക്ക് കണ്ണേർ വലിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പോലീസ് കുറച്ചൊക്കെ ശാരീരികമായി പീഡനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരു ശിർക്കും ഇതൊക്കെ പ്രസംഗിച്ചെടുക്കാറ്, പക്ഷെ പോലീസ് പിടിച്ചൊന്ന് പേടിച്ചിട്ടാ. എങ്ങനെയുണ്ട്? കണ്ണേർ വലിപ്പിച്ചിട്ട് ഉപദ്രവിക്കാം. അപ്പൊ ഇയാൾ ദുഷ്ടക്കണ്ണാണ് ഇയാൾക്ക് ഉള്ളതെന്ന് സമ്മതിക്കുകയാണ്. ഇയാളെ കണ്ണ് ദുഷ്ടക്കണ്ണാണ്, പക്ഷെ ഇയാള് മറ്റൊക്കെ ഇങ്ങനെ ദുഷ്ടക്കണ്ണോട്ട് നോക്കി ഉപദ്രവിക്കാത്ത പോലീസ് പിടിച്ചെന്ന് പേടിച്ചിട്ടാണ്. എന്ത് പൊട്ടത്തരാ പറഞ്ഞത്. കണ്ണേരെങ്ങനെ പോലീസ് തെളിയിക്കല്? വലിയ മുഹദ്ദിസാട്ടോ. പണ്ട് ഇയാള് നമുക്കതിൽ മുജാഹിദ് ഒന്നായിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഷാഫി മദ്ഹബ് അംഗീകരിക്കണം എന്നപ്പോ ഇവർ പറഞ്ഞു തന്ന്, എന്തിന് ഷാഫി, ഞങ്ങളെ കൂട്ടത്തിലുണ്ട് ഹദീസ് പണ്ഡിതൻ, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ മുഹദ്ദിസാണ് ഞങ്ങളുടെ ഗുരുനാഥനായ അബ്ദുസ്സലാം സുല്ലമി എന്ന് പരിചയപ്പെടുത്തിയ സുല്ലമിയെ കുറിച്ച് വലിയ മുഹദ്ദിസാണട്ടോ. ആരാ പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പറയട്ടെ, കണ്ണേർ തെളിയിക്കാൻ പോലീസിന്റെ ഒക്കെ പേരുപകരണങ്ങള് പോളിഗ്രാഫി മതിയാവൂല. എന്തൊക്കെ വിടുവായുത്തങ്ങളാ ഇയാൾ പറയുന്നത് നോക്കി. ഇയാളാണ് ഇപ്പൊ മുഹദ്ദിസ്, ഏഷ്യയിലെ മുഹദ്ദിസ്, ശരിയായ പിശാച് സേവക്കാരെ ഇയാളാ. സ്വന്തം ഉസ്താദേ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവര് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. 80 വർഷം കഴിഞ്ഞപ്പോഴുള്ള മാറ്റങ്ങൾ ഇന്ന് കണ്ടില്ലേ? നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ? ഇന്നത്തെ മാധ്യമം, ഇന്നത്തെ ചന്ദ്രിക പോലുള്ള പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്താ റിപ്പോർട്ട്? മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം, മുജാഹിദുകളോട് മുജാഹിദുകൾ. അതെന്താ പരിപാടി? മുജാഹിദ് പ്രസ്ഥാനം പല സ്ഥലത്ത് ഇപ്പൊ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു, അടിസ്ഥാനപരമായ ആദർശത്തിൽ നിന്ന് വ്യതിചരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് മുജാഹിദുകൾ തിരിച്ചു വരണമെന്ന്, യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണമെന്ന് കേരള ജമിയത്തുൽ ഉലമ, CP ഉമർ സുല്ലമി, ഹുസൈൻ മടവൂർ അടക്കമുള്ളവർ ഒക്കെ, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ചിലർ യാഥാസ്ഥികരുമായി നടത്തിയ വാദപ്രതിവാദം പാളിപ്പോകാൻ കാരണം ഈ തെറ്റ് മനസ്സിലാക്കി മുജാഹിദ് പ്രസ്ഥാനത്തിന് വ്യതിരിച്ചു പോയതാണ്. അതുകൊണ്ട് തെറ്റ് മനസ്സിലാക്കി മുജാഹിദ് ആദർശത്തിലേക്ക് തിരിച്ചു വരാൻ സംഘടന വിട്ടുപോയവർ തയ്യാറാകണമെന്നും കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു. ഇപ്പൊ തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. 80 വർഷം കഴിഞ്ഞപ്പോഴുള്ള മാറ്റങ്ങൾ നോക്കുന്നു. നമ്മൾ പലരും ചോദിക്കാറുണ്ട്, എന്താ മുജാഹിദ് പെട്ടവർ കുഴപ്പമില്ല, 10 കൊല്ലം ഒന്ന്, 11 കൊല്ലം വേറൊന്ന്, പിന്നെ 10 കൊല്ലം വേറൊന്ന്, പിന്നെ 10 കൊല്ലം വേറൊന്ന്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ ഇപ്പൊ എവിടേക്ക് എത്തി, എന്തൊക്കെ വിഷയങ്ങളാ പഴയ കാലത്ത് നിഷേധിച്ചത്. പരിശുദ്ധ ഖുർആനും തിരു ഹദീസും അംഗീകരിച്ച ഒട്ടേറെ സത്യങ്ങൾ നിഷേധിച്ചു കളഞ്ഞില്ലേ? അദൃശ്യമായ രീതിയിലുള്ള ഒരു ഗുണം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദൃശ്യമായ രീതിയിലുള്ള ഒരു വസ്തുവിന്റെ ഉപദ്രവം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിശാച് ഇവർക്ക് ഉൾക്കൊള്ളാൻ തന്നെ കഴിഞ്ഞില്ല. ഞാൻ എവിടെയും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇവർ പേടിയാ, ജിന്നും പിശാച് കൊണ്ട് വരുന്നുണ്ട്, ഞങ്ങൾ അടങ്ങാറാവുമല്ലോ എന്നാണ്. ഒരു കാലത്ത് പിശാച് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പിശാചിന്റെ ഉപദ്രവം, അതിന്റെ പേരിൽ ഹദീസ് പോലും ഇവർ ദുർവ്യാഖ്യാനം ചെയ്തില്ലേ? നിങ്ങൾ പലപ്പോഴും കേട്ടവരായിരിക്കും. ഒന്നും കൂടി ഞാൻ പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ്, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് എന്താ? ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഇടത് കാല് വെക്കുകയും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എല്ലാം റസൂൽ പഠിപ്പിച്ചു. എന്താ അർത്ഥം? ആൺ പിശാചിനെ തൊട്ടും പെൺ പിശാചിനെ തൊട്ടും പടച്ചവരെ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ആ മുജാഹിദ് ആലോചിച്ച്, പടച്ചവനെ ബാത്റൂമിൽ ആൺപിശാജ് പെൺപിശാജോ നമ്മൾ കാണുന്നില്ലല്ലോ. കാണുന്നില്ല, നമ്മൾ ആരും കാണാറില്ല. കാണാത്തൊരു വസ്തുവിന്റെ ഉപദ്രവം പേടിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ, പേടിച്ച ശിർക്കല്ലേ. പിന്നെ റസൂൽ ഉപദ്രവം ഉണ്ട് പറഞ്ഞില്ലേ? ഉണ്ട് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടാണല്ലോ. ഉണ്ടാകുന്ന സാധനം എന്താ? അവിടെ പോയി കാണാറുള്ള കൊതുകാണ്. അപ്പൊ റസൂൽ പിശാജ് കൊണ്ട് ഉദ്ദേശിച്ച് കൊതുകായിരിക്കാം. അപ്പൊ എന്തായി അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി നിശ്ചയമായിട്ടും ഞാൻ അഊദു ബിക നിന്നോട് കാവലിനെ ചോദിക്കുന്നു, മിനൽ ഖുബ്സി ആൺ കൊതുകുകളെ തൊട്ടും വൽ ഖബായിസി പെൺ കൊതുകുകളെ തൊട്ടും. പിശാച് കൊതുകായി.
വേറെ ഹദീസിൽ നോക്കുമ്പോൾ കൊതുക് നോക്കാനും മാർഗമില്ല, അപ്പൊ മണൽത്തരികൾ നടത്തം വെച്ചു. വേറെ ഹദീസ് നോക്കുമ്പോൾ മണൽത്തരി നോക്കാനും മാർഗമില്ല, അപ്പൊ പിശാചിന് അർത്ഥം വെച്ചു അശുദ്ധികൾ, വൃത്തിഹീനതകൾ. അങ്ങനെ പിശാചിനെ ഒരു കാലത്ത് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ പറയുന്നു പിശാചിനെ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും കഴിവ് തെളിയിച്ചിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഡോക്ടർ കൂടിയായ ഡോക്ടർ സുബൈർ മൗലവിയാണ്. അദ്ദേഹം പിശാചുണ്ടായ ഉപദ്രവങ്ങൾ പറയാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പലരും ചികിത്സിക്കാൻ വരാറുണ്ട്. അദ്ദേഹം വെറും MBBS ഡോക്ടർ മാത്രമല്ല, ഇപ്പോൾ തത്സമാസം ഡോക്ടർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചികിത്സിക്കാൻ വേണ്ടി സ്ത്രീകൾ വന്നപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഇളകണ്ടത്രേ. അപ്പൊ ജിന്നിനോട് ചോദിച്ചത്രേ, നീ എന്തിനാ ഈ സ്ത്രീയുടെ ശരീരത്തിൽ കയറിക്കൂടിയത്? അപ്പൊ ജിന്നിന്റെ പ്രതികരണം, അത് ജിന്നോട് സംസാരിക്കും. അപ്പൊ ജിന്നിന്റെ പ്രതികരണം, ഞാനിങ്ങനെ ആ വഴിക്ക് നടന്നു പോകരുന്നു, അപ്പൊ ഈ സ്ത്രീ മീൻ കടിക്കുക വെള്ളം എന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു, എനിക്ക് ദേഷ്യം പിടിച്ചു, അങ്ങനെ കയറിക്കൂടിയതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉമ്മമാർക്ക് ഇനി മീൻ കഴിയിട്ട് വെള്ളം ഒഴിക്കാനും പറ്റൂല. അദ്ദേഹം പറയട്ടെ, വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ചോദിച്ചാൽ എന്തിനാ എന്റെ മേത്ത് മീനിന്റെ വെള്ളം ഒഴിച്ചെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോ അവിടെ ജിന്ന് നിൽക്കുന്നത് സ്ത്രീക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പറയേണ്ടത് അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക, ആ സമയത്തൊക്കെ ഈ ജിന്നുകളുടെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പൊ ഇവര് നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോ നമ്മുടെ ദേഹത്ത് ഒരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ, സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കാക്കൂസിനകത്ത്, അതിന് മേത്ത മൂത്രമൊഴിച്ച്, പിന്നെ ജിന്ന് പ്രതികരിക്കായിരിക്കും. അപ്പോ എന്താണ് അല്ലാഹുവിനെ ആദരിക്കുന്ന ഖുബ്സ് വൽ ഖബായിസ് എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു പഠിപ്പിച്ചു, ആൺപെൺ പിശാചുക്കളിൽ നിന്ന് അഭയം തേടണമെന്ന്. പക്ഷെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾക്കൊന്നും അതിന്റെ അർത്ഥം കിട്ടൂല ഇപ്പൊ. കാരണം അദ്ദേഹം പറഞ്ഞത് ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും അഭയം പ്രാപിക്കണം റസൂൽ പഠിപ്പിച്ചു. പക്ഷെ നമ്മുടെ മദ്രസയില്, നമ്മുടെ പറഞ്ഞാല് മുജാഹിദ് മാർസിലെ കുട്ടികൾക്ക് ഇതിന് അർത്ഥം അറിയില്ല. കാരണം എന്താ, നമ്മുടെ മദ്രസയിൽ ആൺപിശാചി പെൺപിശാചി എന്നല്ല പഠിപ്പിക്കണം. ഇവനെന്താ വൃത്തിഹീനത, അശുദ്ധി, കൊതുക് എന്നൊക്കെയല്ലേ. പിന്നെ എങ്ങനെ ശരിയാകാൻ ഒരു മാർഗമുണ്ട് മൗലവി. ആ മാർസിന്റെ കൂട്ട ഇപ്പുറത്തെ സംസ്ഥാന മാർസുണ്ട്, അവിടെ കൊണ്ടു ചേർക്കാം. അത്രയുള്ളൂ, നല്ലൊരു മാർഗം. നമ്മളത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല. ശരിയല്ലാത്ത പഠിപ്പിക്കുന്ന മദ്രസയിലേക്ക് എന്തിന് കുട്ടികളെ പറഞ്ഞയക്കണം? ഒരു ന്യായമായ ചോദ്യമല്ലേ. അശുദ്ധിയിൽ നിന്നും വൃത്തിഹീനതയിൽ നിന്നും അഭയം തേടണമെന്നൊക്കെ ഇപ്പോഴത്തെ പുസ്തകങ്ങളുള്ളത്. ആരുടെ പുസ്തകത്തില്? നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, 80 വർഷത്തിന്റെ ശേഷമുള്ള മാറ്റം. ഇപ്പൊ പറഞ്ഞ സകല സ്ഥലത്തും ജിന്നും പിശാചെന്നാണ്. മേശ തുറക്കാൻ പറ്റൂല, അടക്കാൻ പറ്റൂല, എന്തൊക്കെ. ഒരു മുജാഹിദ് പണ്ഡിതൻ പറയാ, പ്രസംഗിച്ച് കാട് കയറി ലാസ്റ്റ് പറയാ, വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ജിന്നിന്റെ മൂട്ട് പോയി തട്ടാൻ സാധ്യതയുണ്ടെന്നാ. എന്തൊക്കെയാ പറയണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഈ നിലക്കാണ് ഈ ബാത്റൂമിൽ കയറുമ്പോൾ ദിക്റല്ല, പിന്നെ പുറത്തോട്ട് നടക്കുമ്പോൾ എന്താ ചെയ്യാ? വണ്ടി റിവേഴ്സ് എടുക്കണ്ടേ? എന്താ ചെയ്യാ? ദിക്ർ ചെല്ല, മന്ത്രിക്ക, വേറെ മാർഗല്ല. ഒരു കാലത്ത് മന്ത്രത്തെ കളിയാക്കിയ ആളുകൾ, മന്ത്രത്തെ കുറ്റപ്പെടുത്തിയ ആളുകൾ, മന്ത്രത്തെ പരിഹസിച്ച ആളുകൾ ഇപ്പൊ പറയുന്നു മന്ത്രം വേണം. ഹാരിസ് സലീം പറയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുണ്ട്, കുല്ലാദു റബ്ബിന്നാസ്. അല്ലാഹ്, എന്താ സൂറത്തൊക്കെ അറിയോ? സൂറത്ത് നമ്മളൊരു മരണ വീട്ടിൽ പോയാൽ അൽ ഫാത്തിഹ, അല്ലേ? ഫാത്തിഹ ഓതും, സൂറത്തുൽ ഫലഖ് ഓതും, സൂറത്തുൽ നാസ് ഓതും, സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ഇവര് കളിയാക്കി, ഇൻഷാ അല്ലാഹ് കളിപ്പിച്ചു തരാനത് കളിയാക്കിയതൊക്കെ. അങ്ങനെ സൂറത്തുൽ നാസിനൊക്കെ ചെളിയാക്കിയ ആളുകൾ ഇപ്പൊ പറയുന്നു, ഇത്രയും കാലം അത് ഉപയോഗപ്പെടുത്തുന്നതിൽ വല്ലാത്ത നഷ്ടം നമുക്ക് സംഭവിച്ചു പോയി. ഏത് ഉപയോഗപ്പെടുത്തുന്നതില്? സൂറത്തുൽ നാസൊക്കെ പറയട്ടെ. സൂറത്തുൽ നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന ഈ സൂറത്തുകൾ ഇറങ്ങിയ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, ഇന്നലെ രാത്രി ഞങ്ങൾക്ക് കിട്ടിയ ഈ അധ്യായം പോലെ വിശിഷ്ടമായ ഒരധ്യായം ഇതുവരെയും ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ്. അത്ര പ്രയോജനമാണ്. ഏത് സൂറത്തുൽ നാസ്? സഹോദരങ്ങളെ, ഇത്രയും നാൾ ഈ സൂറത്തുകളെ പ്രയോജനപ്പെടുത്താതെ, ഈ മന്ത്രങ്ങൾ ഉരുവിടാതെ, ഈ പ്രാർത്ഥനകൾ ചൊല്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിനാൽ, ഇത്രയും നാള് ഈ സൂറത്തുകൾ ചെല്ലാതെ, ഈ മന്ത്രങ്ങൾ ഉരുവിടാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പാവം, നമ്മൾ കുറ്റപ്പെടുത്തല്ല, നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക. നമുക്കുണ്ടാവുമല്ലോ. മുജാഹിദായാലും നമ്മളെ അയൽവാസികളായിരിക്കും, പക്ഷേ നമ്മളെ നാട്ടുകാരായിരിക്കും, കുടുംബങ്ങളായിരിക്കും. ആ പാവങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. നമുക്കിത് ദുഃഖമുണ്ട്. ആരാ ദുഃഖപ്പെടുന്നത്? ഞാൻ പറഞ്ഞു എന്ന് പറയരുത്. ഒരു വാർത്ത വാദെല്ലാം പറയരുത്. അദ്ദേഹം പറഞ്ഞില്ല, ഇത്രയും നാൾ പറയട്ടെ. കൂടെ ഞാൻ പറയാം, അപ്പോ സൂറത്തുൽ നാസ് ഉപയോഗപ്പെടുത്തുന്നതിൽ മാത്രമല്ല, മന്ത്രിക്കുന്നതിലൊക്കെ ഒരുപാട് പിഴവുകൾ സംഭവിച്ചു. ഇപ്പൊ പറയുന്നു മന്ത്രിക്കാൻ. ഞാൻ ഒക്കെ പാടെ കാണിക്കാൻ സമയമില്ലാത്ത ചില പ്രധാനപ്പെട്ട മാത്രം കാണിക്കാം. മന്ത്രിക്കാന്ന് മാത്രമാണ് നിർത്തൽ സമാധാനം. ഇപ്പൊ പറയുന്നു കൈമടക്കും വാങ്ങാന്നാണ്. ഇതുവരെ നമ്മളെ കുറിച്ചുള്ള ആരോപണം തരുന്നു, ഇവർ ഉദരപൂരണത്തിന്റെ ആളുകളാ, വയറിന്റെ ആളുകളാണ്.
നമ്മൾ വെറും വയറിന്റെ ആളുകളാണ്. ആയിക്കോട്ടെ, ആരോപിച്ചോട്ടെ. അല്ല, അപ്പൊ നമ്മളെന്താ ചെയ്യുക? കല്ലൂരിസ്ഥാൻ ഉണ്ടാകുമ്പോൾ പറയാറുണ്ട്, ഇവർ നമ്മളെ കുറിച്ച് ഇങ്ങനെ വയറിന്റെ ആളുകളാണ് പറയും, ഇവരൊക്കെ ഭക്ഷണത്തിന് പറയും ഗ്യാസ് കയറ്റിലാണ്, അള്ളാഹു പോലെ നമുക്കറിയില്ല എന്ന് കല്ലൂരിസ്ഥ തമാശക്ക് പറയാറുണ്ട്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എന്തൊക്കെ ആരോപണങ്ങളാ, എന്തിനാ അങ്ങനെയൊക്കെ ആരോപിക്കുന്നത്? പറയാനുള്ളത് നല്ലവർക്ക് പറഞ്ഞു പോയ പോരെ. അങ്ങനെ ഒരു കാലത്ത് മന്ത്രിച്ച് കൈമടക്ക് വാങ്ങുന്നവരാ സുന്നികള് എന്ന് പറഞ്ഞ കളിയാക്കിയ ആളുകൾ ഇപ്പൊ പറയുന്നു സഹാബത്ത് കൈമടക്ക് വാങ്ങിയിട്ടുണ്ട്. മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി പോരാ, ഇത്രയും ആളുകൾ തടിച്ചുകൂടി അവർക്ക് സലാത്തൊക്കെ നടക്കണ വരട്ടെ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരു സ്വഹാബ, ആ സഹാബത്തിന് നബി തങ്ങളതാ ഒരു നാട്ടിലേക്ക് ദഅവത്തിന് പറഞ്ഞയക്കുന്നു, തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. ആ സംഭവം ആരിഫ് ശരിക്കും വ്യക്തമായിട്ട് അദ്ദേഹം പറയട്ടത്. അന്നനാസം മിന്ന സുഹാബി റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ പഠിച്ച കുറച്ച് ആളുകൾ കാനു ഫി സഫറിൻ, അവരൊരു യാത്രയിലായിരുന്നു. ഫമറൂ ബിഹയ്യിൻ മിനൽ അഹ്യാഇൽ അറബ്, ഒരു അറേബ്യൻ ഗോത്രത്തിന്റെ അടുക്കലൂടെ അവരിങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. ഫസ്തദാഫൂഹും, അപ്പൊ ഈ പോണ യാത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ യാത്രക്കാരാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാനോ കുടിച്ചാനോ എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുമോ എന്ന് അവരോട് അന്വേഷിച്ചു. ഫലഞ്ഞുലയ്യഫൂഹും, ഞങ്ങളെത്തെ ഒന്നുമില്ല എന്ന് പറഞ്ഞവർ. സഹാബത്ത് ഒരു നാട്ടിലൂടെ പോയപ്പോ അവർക്ക് വിഷന്നപ്പോ നാട്ടുകാരോട് വെള്ളം ചോദിച്ചു, അവർ കുടിക്കാൻ കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ സഹാബത്ത് തിരിച്ചു പോരാൻ നിൽക്കുക. ആ സമയത്ത് ആ നാട്ടിലെ നാട്ടുമൂപ്പനെ വിഷം തീണ്ടുകയാണ്. എന്തോ വിഷമുള്ളൊരു ജീവി കടിച്ചു. വിഷവുമായി കൊണ്ട് അവർ സഹാബത്തിനെ സമീപിക്കുന്നു. സഹാബത്തിനോട് ചോദിക്കുക, ഹൽ ഫീക്കും റാക്കിൻ, ആരോടെ ചോദിക്കുന്നത്? തൗഹീദ് പ്രചരിപ്പിക്കാൻ പോയ സഹാബത്തിനോട് ചോദിക്കുക, നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിച്ചൂതാൻ പറ്റുന്നവരുണ്ടോ? അപ്പൊ ഇയാൾ പറയണത് എല്ലാ നാട്ടിലുണ്ട് ആ സമ്പ്രദായം. ഏത് മന്ത്രിച്ചൂതാൻ പറ്റുമെന്ന് ചോദിച്ചു നടക്കുന്ന സമ്പ്രദായം എല്ലാ നാട്ടിലുണ്ട്. പറട്ടെ അദ്ദേഹം. കാലുലഹും, എന്നിട്ട് ഈ ഗോത്രക്കാർ ഇവരോട് ചോദിച്ചു, സഹാബത്താണ് ഈ പോണത്, ഓരോട് ചോദിച്ചു, ഹൽ ഫീക്കും റാക്കിൻ, നിങ്ങളെത്തി മന്ത്രിക്കാൻ പറ്റിയ വല്ല ആൾക്കാരുണ്ടോ? നിങ്ങളെത്തി ചോദിച്ചു. എല്ലാ നാട്ടിലുള്ള സമ്പ്രദായമാണ്. എല്ലാ നാട്ടിലും പിന്നെ എന്തിനാ ഇത്രയും മാല എതിർത്ത് നിങ്ങള്? എല്ലാ നാട്ടിലുണ്ടേ. ഇതിപ്പോ എവിടെ? സഹാബത്ത് എവിടുന്ന? മക്കത്ത് മദീനത്താ പോണത്. അവിടെ ഉണ്ട് മന്ത്രിച്ചുതാൻ പറ്റുന്നു ഒന്ന് ശൈലി. അപ്പൊ സഹാബത്ത് എന്താ പറഞ്ഞത്? ഞങ്ങള് തൗഹീദ് പ്രചരിപ്പിക്കാൻ വന്നവരാ, ശിർക്കിയെ മന്ത്രം. സഹാബത്ത് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ എന്തേ സഹാബത്ത് പറഞ്ഞത്? അപ്പോൾ ഇന്ന സയ്യിദൽ ഹയ്യ് ലദിഉൻ ഔ മുസാബുൻ, ഞങ്ങളെ ഗോത്ര തലവിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, എന്തോ കടിച്ചതോ എന്തോ ഒരു വിപത്ത് പറ്റിപ്പോയതാണ്. അപ്പൊ കാല റജുലും മിൻകും, അപ്പൊ സഹാബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞാൻ ഉണ്ടല്ലോ. ഉണ്ടല്ലോ? ഏതിന്? മന്ത്രിച്ചുതാൻ പറ്റുന്നവരുണ്ടല്ലോ. എന്നിട്ടോ ഫഅതാഹു, അങ്ങനെ അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഫറഖാഉ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ഓതി അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുത്തു. ഫാത്തിഹ സൂറത്ത് ഓത കയ്യിൽ ഊത ദേഹത്ത് തടവുക, അത്രേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന് സുഖമായി. ഫഉഅതിയ ഖതിഅൻ മിൻ ഗനമിൻ, ഒരു കൂട്ടം, ഒരാട്ടും കൂട്ടത്തെ ഒന്നായിട്ട് ഈ ഗോത്രത്തലവൻ ഇവർക്കാണ് കൊടുത്ത്. ആർക്ക്? സഹാബത്തിന് മന്ത്രിച്ചതിന് പരിഹാരമായിട്ട് കൈമടക്കായിട്ട് ഒരു ആട്ടിൻ പറ്റത്തെ കൊടുത്തു. എത്ര ആട കൊടുത്ത്? അവർക്ക് പറയാൻ പേടി. ഹദീസിന്റെ 30 ആട, 30 ആട് കൈമടക്ക് കൊടുത്തു. 30 ആട് കൈമടക്ക് കൊടുത്തപ്പോ സഹാബത്തിന്റെ ഇടയിൽ സഹാബത്ത് പറയുന്നു, മന്ത്രിച്ചതിലേക്ക് തർക്കമില്ല, കൈമടക്ക് വാങ്ങാൻ പറ്റുമോ അതിനും തർക്കമില്ല. കൈമടക്ക് കുറച്ച് ഓവറായോ? അങ്ങനെ ഉണ്ടാവല്ലോ. അപ്പൊ സഹാബത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നബിയോട് ചെന്ന് പറയാം, അത് നല്ലൊരു പരിഹാരം. നബി എന്താ പറയണത്? വാങ്ങാൻ പറഞ്ഞ വാങ്ങാം, വേണ്ടെങ്കിൽ വേണ്ട. പറയട്ടെ, ആ വിഷയം പറയട്ടെ. അപ്പൊ അയാളത് വാങ്ങാൻ മടിച്ചു. വക്കാല ഹത്ത അത് കുറദാലിക്ക നബി, അദ്ദേഹം പറഞ്ഞു, ഞാന് ഇങ്ങനെ മന്ത്രിച്ച കാര്യം ഞാൻ നബിനോടൊന്ന് പോയി പറയട്ടെ, എന്നിട്ട് നബി സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നല്ലൊരു മാർഗ്ഗം. നബി സമ്മതിക്കുകയാണെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ വേണ്ട. നബിന്റെ അടുക്ക ചെന്ന് ഫദക്കറ ദാലിക, നബിനോട് അത് പറഞ്ഞു. വക്കാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി മാ റഖൈതു ഇല്ലാ ബിഫാത്തിഹ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഫാത്തിഹ സൂറത്ത് അല്ലാതെ വേറെ ഒന്നും ഓതിയിട്ടില്ല, ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടാണ് ഞാൻ മന്ത്രിച്ചു കൊടുത്തത് എന്നാണ് പറഞ്ഞത്. നബിയോട് ഇതാണ് പറഞ്ഞപ്പോഴേ നബിക്കോട് ദേഷ്യം പിടിച്ചില്ലേ? തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് ഷിർക്കും ചെയ്ത് കൈമടക്കും വാങ്ങി പോന്നിക്കേ, പോയി തൗഹീദിന്റെ കലിമത്തിൽ തിരിച്ചു വരും എന്ന് നബി പറഞ്ഞു? പറഞ്ഞില്ല. എന്തുകൊണ്ട്? നബി കേനവിൽ അങ്ങനത്തെ എടുത്തിട്ടില്ല. പിന്നെ എന്താ നബി ചെയ്തത്? അദ്ദേഹം പറയട്ടെ. അപ്പോൾ നബി ചിരിച്ചു. കൈമടക്ക് വാങ്ങിയപ്പോ നബി ചിരിച്ചു. എന്നിട്ടോ വഖാല, നബി പറഞ്ഞു, വമാ അദ്റാക അന്നഹാ റുഖിയ, അത് റുഖിയത്താണെന്ന്, മന്ത്രമാണെന്ന് നിനക്കെങ്ങനെ അറിയാന? മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഫാത്തിഹ സൂറത്ത് ഓതി ഊതുന്നത് മന്ത്രമാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? നബി സുമ്മക്കാല, പിന്നെ നബി പറഞ്ഞു, ഖുദൂ മിൻകും,
അവര് തരുന്ന നിങ്ങൾ വാങ്ങിക്കോളൂ. ഏത് 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 ആ കൈമടക്ക് വാങ്ങിക്കോളൂ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്തേ നബി തീൻ കണ്ടപ്പോ ദീൻ മറന്നോ? മൂപ്പര് പറയാ ഇതാ മൂല്യമാര് കൈമടക്കിന് തെളിവായിട്ട് പറയാറ് അല്ലേ? ആ മൂല്യമാര് തെളിവ് അറിയല് മന്ത്രിച്ചതിന് പൈസ. ഇതിലും വലിയ തെളിവിന് എന്താ മൂല്യം വേണ്ടത്? നബി പറയാ പുതുമിന്നും നിങ്ങൾ ആ തരുന്നത് വാങ്ങിക്കോളി. എന്നിട്ടോ വദരിബൂലി പിന്നെ ബിസഹമിമ്മ നിങ്ങൾ ഓഹരി വെക്കുമ്പോ ഒരു ഓരി എനിക്കും തന്നോളുണ്ടു. ഏതെന്ന് ഏതെന്ന് കൈമടക്ക് കിട്ടിയ ആടുണ്ടല്ലോ, ആട് ഓഹരി വെക്കുമ്പോ ഒരു ഓഹരി എനിക്കും തരണേ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കൈമടക്ക് ഓഹരി വെക്കുമ്പോ ഒരു ഓഹരി എനിക്കും തരണേ. ആലോചിച്ച് നോക്കി, ഇവരിപ്പോ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളേ. ശരിയാകും, നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്. ഓരോ കാര്യങ്ങള് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു എന്തൊക്കെ വിഷയങ്ങളാ. ഇപ്പൊ നമ്മൾ ഈ പള്ളികളൊക്കെ ഹദ്ദാദ് ഒതുമ്പോ ഒരു കളിയാക്കുന്ന കാലത്ത് പണ്ട് ഉമർ മൗലവിക്ക് എഴുതിച്ചു ഹദ്ദാദ് എന്ന മണ്ണാങ്കട്ടാന്ന് എഴുതിച്ചു. എന്തൊക്കെ പ്രയോഗങ്ങൾ നടത്തി. അങ്ങനെയൊന്നും പാടില്ലായിരുന്നു. ഇപ്പതാ ഇവര് പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ സക്കരിയ സലാഹി പറയാ പഠിക്കുന്തോറും പുതിയ പുതിയ ഇൽമു കിട്ടും. ശരി തന്നെയാണ്, പഠിക്കണം എന്നുള്ളൂ. കിട്ടിയ കൂട്ടത്തിൽ വലിയ പ്രാധാന്യത്തോടെ അദ്ദേഹം പറഞ്ഞ ദിക്റെന്താ? പുതിയൊരു ദിക്റായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ അദ്ദാൽ ഒന്നാമത്തെ ദിക്ർ ഏതാ? ഈ ദിക്ർ. ഇത് 3 വട്ടം ചൊല്ലിക്കോളി, നല്ല കൂലുള്ള കാര്യമാണ്. പിശാചിനെ രക്ഷപ്പെടുന്നത് നമ്മൾ പണ്ടോ പിശാചോ ഇല്ലായിരുന്നു. ഉണ്ട് എന്ന് പറയുമ്പോ പറയണേ വളരെ പ്രാധാന്യമുള്ള ദിക്റാണ്. പറയട്ടെ, നമുക്ക് തഖ്വ കൂടും. ഓരോ കാര്യങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ 100 പ്രാവശ്യവും വൈകുന്നേരം 100 പ്രാവശ്യവും. രാവിലെ 100 വട്ടം ചെല്ലണം, വൈകുന്നേരം 100 വട്ടം ചെല്ലണം. കാരണം എന്താ? ശൈത്താന്മാർ അത്രത്തോളം ശൈത്താനുള്ള പ്രൊട്ടക്ഷനാണ് ദിക്ർ അല്ലേ? ശൈത്താനുള്ള പ്രൊട്ടക്ഷനാണത്. ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ശൈത്താനുള്ള പ്രൊട്ടക്ഷനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, നിങ്ങൾ ഇതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിലേക്ക് വെറുതെ കോളിലൊക്കെ ഉണ്ടാക്കിയില്ല, ഇവിടെ കോലാഹലം ഉണ്ടാക്കിയില്ലേ? ഇനി അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ കുപ്പൊക്കെ ഉണ്ടാകും. കുറച്ച് ഇതൊക്കെ തിരുത്തും, നമുക്ക് സമാധാനിക്കാം, നമ്മളവരെ കുറ്റപ്പെടുത്തണ്ട, ശരിയാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ആത്മാർത്ഥത പ്രാർത്ഥിക്കാം. എന്തിനു പ്രാർത്ഥിക്കാതിരിക്കണം? നമുക്ക് നന്നാണെന്ന് ആഗ്രഹിക്കുന്നവരാ, അല്ലാതെ ഇത് എന്നും ഭിന്നിച്ചു നിന്ന് അതിൽ മുതലെടുക്കുന്ന ആഗ്രഹിക്കുന്നവരല്ലോ നമ്മള്. നന്നാവണം, ഇതൊക്കെ തീരണം എന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മള്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം പറയട്ടെ, സുബഹി നമസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസർ നമസ്കരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ചെല്ലണം. കണ്ടില്ലേ നിങ്ങള്? ഇനി എന്താ ചെല്ലേണ്ടത്? അദ്ദാദ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് എന്താ? ആയത്തുൽ കുർസിയല്ലേ ആദ്യം ചെല്ലുക. ആയത്തുൽ കുർസിക്ക് മഹത്വമില്ലേ? വല്ലാത്ത പുണ്യമാണ്. പറയട്ടെ, ആയത്തുൽ കുർസി ഓതുന്നവനെ പിശാച് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല എന്നാണ്. അങ്ങട്ടാ പിശാജ് ഇപ്പൊ ചർച്ച അതുള്ളൂ. ദിക്റുമുണ്ട്, പിശാജ് ജിന്ന്. പിശാജിന്റെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നിസ്കാരത്തെ ആയത്തെ കുറിച്ച് ഓതുക, ഹദ്ദാദിന്റെ ആയത്തെ കുറിച്ച് ഓതുക. പുണ്യം കാര്യമാണ്. നമ്മൾ ഓതുന്ന അതേ ആയത്തെ കുറിച്ച് തന്നെ അല്ലേ? ഓതട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. വളരെ പ്രാധാന്യമുള്ളൊരു ആയത്താണ്. വളരെ പ്രാധാന്യമുള്ള, പക്ഷെ തിരിയാൻ 80 വർഷം കഴിയേണ്ടി വന്നു എന്ന് മാത്രം. ഉന്നതമായ ഒരു ആയത്താണ്. ഇത് ഓതണ്ട എത്ര സമയം തരങ്ങള്? ആയത്തെ കുറിച്ച് ഓതണ്ട എത്ര സമയം ഒന്ന് പറഞ്ഞു കൊടുക്കും. എല്ലാ നമസ്കാര ശേഷവും ഇതൊരാൾ ഓതിയാൽ അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ മരണമല്ലാതെ തടസ്സല്ലാണ്. നിസ്കാരം കഴിഞ്ഞിട്ടേ മുജാഹിദ് സുഹൃത്തുക്കൾ ചെയ്യും പോലെ എണീറ്റോടാതെ അവിടെ ഇരുന്നിട്ടേ ആയത്തെ കുറിച്ച് ഓതാണെങ്കിലേ അപ്പ സ്വർഗത്തിൽ പോണ്ടാണ്. പിന്നെന്താ പോകാത്ത? നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരാൾ ഓതുകയാണെങ്കിൽ അയാൾ ഇപ്പൊ സ്വർഗത്തിൽ പോകേണ്ട ആളാണ്. എന്തായാലും സ്വർഗത്തിൽ പോകാത്ത എന്തുകൊണ്ടാണ്? അയാൾ മരിച്ചിട്ടില്ല. മരിച്ചു കിട്ടി നമ്മളൊക്കെ സ്വർഗത്തിൽ പോകാൻ നിൽക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് എണീറ്റോടണ്ട, അവിടെ ഇരുന്ന് ആയത്തുൽ കുർസി ഓതിക്കോ, സ്വർഗത്തിൽ പോകാം. ഇതല്ലേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ.
അപ്പൊ ഇവർ അന്നെന്ത് ചെയ്തത്? നിസ്കാരം കഴിഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടുള്ള പാറപ്പുറത്ത് നിന്ന് എണീറ്റോടുന്നത് പോലെ ഓടാറുണ്ടായിരുന്നു. പറയുന്നു ആയത്തെക്കുറിച്ച് ഓതണം. ആയത്തെക്കുറിച്ച് മാത്രം ഓതിയാൽ മതിയോ? പോരാ. സക്കരിയ സലാഹി പറയുന്നു ആയത്തെക്കുറിച്ച് മാത്രം ഓതിയാൽ പോരാ, പിന്നെന്തൊക്കെ ഓതണം? ഒരുപാട് കാര്യങ്ങള്, ഒന്നും രണ്ട് കാര്യങ്ങളൊന്നുമല്ല. സക്കരിയ സലാഹി പറയട്ടെ, ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 സൂറത്തുകളും ഓതണം. എല്ലാ നിസ്കാരത്തിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം. മഗ്രിബിനും സുബഹിക്കും ശേഷം 3 തവണ ഓതണം. 3 വട്ടം ഓതണം. ഇപ്പൊ കണ്ടില്ലേ നിങ്ങള്? പിന്നെന്തൊക്കെ ചെല്ലേണ്ടത്? ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതേ, ജനങ്ങൾ ചെയ്യാത്തതോ. ഇതൊക്കെ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞു. ഇത്തരമുള്ളൂ പ്രശ്നം. ഇപ്പൊ പറയാം അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്ന്. പിന്നെന്തൊക്കെ ചെയ്യേണ്ടത്? ഓരോ നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ വീതം ചൊല്ലി 99 തികയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അതെന്ത് ചെയ്യണം? തുടങ്ങല്ലേ ശരിയാകും. അതങ്ങ് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കണം. കണ്ടങ്ങള്. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ എണീറ്റോടണ്ട, ആയത്തുൽ കുർസി ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം, സുബ്ഹാനല്ലാഹ് 33 വട്ടം ചെല്ലണം, അൽഹംദുലില്ലാഹ് 33 വട്ടം ചെല്ലണം, അല്ലാഹു അക്ബർ 33 വട്ടം ചെല്ലണം. 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മളിത് പണ്ടേ പറഞ്ഞപ്പോ എത്ര പാവപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ നിസ്കാരം കഴിഞ്ഞപ്പോ എണീറ്റോടിയില്ലേ? അവരെ ദിക്ർ മുടക്കിക്കളഞ്ഞില്ലേ? ആയത്തുൽ കുർസി മുടക്കിക്കളഞ്ഞില്ലേ? സൂറത്തുൽ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്, വീണ്ടും വിചാരത്തിലെത്തിയിരിക്കുന്നു. ഇതുവരെ മുജാഹിദ് സുഹൃത്തുക്കൾ പാവങ്ങൾ എന്താ ചെയ്തു പോയത്? വെറും തൗഹീദ് പ്രഭാഷകന്മാരായി തീർന്നുപോയി. തൗഹീദ് പ്രഭാഷണത്തിന് വേണ്ടി സ്റ്റേജ് കെട്ടുക, അതിന്റെ പോസ്റ്റർ ഒട്ടിക്കുക, വെറും തൗഹീദിന്റെ ആളുകളായി കഴിഞ്ഞുപോയി. ഇപ്പതാ മാറ്റം വന്നുപോയി. മുജാഹിദ് പണ്ഡിതൻ പറയുന്നു, നമ്മൾ വെറും തൗഹീദ് പ്രഭാഷകന്മാരായാൽ പോരാ. തൗഹീദ് പ്രഭാഷണത്തിന് പുറമെ ജീവിതത്തിൽ കർമ്മങ്ങൾ ഉണ്ടാവണം, ദിക്റുകൾ ഉണ്ടാവണം, ദുആകൾ ഉണ്ടാവണം. എങ്കിലേ രക്ഷയുള്ളൂ. ഇതുവരെ വെറും തൗഹീദ് പ്രഭാഷണം. എവിടെ നോക്കിയാലും ഇസ്ലാഹി പ്രഭാഷണം. മജീദ് സ്വലാഹി ചങ്ങരമ സമ്മേളന നഗരിയിൽ വെച്ചിട്ട് പറയാണ്, നമ്മൾ വെറും തൗഹീദ് പ്രഭാഷകന്മാരായി തീർന്നു. വെറും തൗഹീദ് പ്രഭാഷണം കൊണ്ട് രക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ ഉണ്ടാവണം, ദിക്റുകൾ ഉണ്ടാകണം. അതാ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അദ്ദേഹം പറയട്ടെ, തൗഹീദ് പ്രഭാഷകനാണ്, തൗഹീദ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അടുക്കല് പ്രതിഫലം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങൾ കൂടി ഉണ്ടാവുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹു, നമ്മുടെ ജീവിതത്തെ അള്ളാഹു പരിഗണിക്കുക. നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദിക്റുകളും ദുആകളും ഉണ്ടാവേണ്ടതുണ്ട്. മുജാഹിദാണെന്ന് കരുതിക്കൊണ്ട് ദിക്റുകളും ദുആകളും അവന്റെ ജീവിതത്തിൽ നിന്ന് വർജിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം പറയണില്ല. മുജാഹിദാണ് ദിക്റല്ലണ്ട ദ്വാരക്കണ്ടാൽ ഇസ്ലാം പറയണില്ല. പിന്നെ എന്തിനാ നിങ്ങൾ കലവരെ പറഞ്ഞത്? ഇസ്ലാം അങ്ങനെ പറയണില്ല. അപ്പൊ കണ്ടില്ല നിങ്ങള്, ദിക്റെല്ലാം പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. ഒരു മരണ വീട്ടിൽ പോലും അഭിവിനായ ഉസ്താദ് സൂചിപ്പിച്ചോണ്ട് ഞാൻ അതിലും കടക്കുന്നില്ല. ഒരു മരിച്ച വീട്ടിൽ പോയി ഞാൻ ഓർത്തു പോകുന്നു, കണ്ണൂർ ജില്ലയിലെ രാമന്തല ശുഹദാക്കൾ ഉറൂസിനനുബന്ധിച്ചൊരു പരിപാടിക്ക് അവിടെ പോയപ്പോൾ വലിയൊരു പ്രശ്നം. എന്താ പ്രശ്നം? ഒരാൾ ഇവിടെ മരണപ്പെട്ടു. ആ മരണപ്പെട്ട വീട്ടിലെ മൂത്ത മകൻ മുജാഹിദ. അവളെ പള്ളിയിലെ കുട്ടികളൊന്ന് ഖുർആൻ ഓതിയപ്പോ മൂത്ത മകൻ പ്രശ്നം ഉണ്ടാക്കി, മുസാഫ് വാങ്ങി വലിച്ചെറി വരെ ചെയ്തു പോയി. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ ഓതിയ പ്രശ്നം. മരിച്ച വീട്ടിൽ പോയിട്ട് പത്രം വായിച്ച ഒരു കുഴപ്പമില്ല, ഏത് പത്രവും വായിക്കാം അല്ലേ? പത്രം വായിച്ചാൽ ആരും ശിർക്കാന്ന് പറയണില്ല. മനോരമ വായിച്ചാലോ തൗഹീദാണ്, മാതൃഭൂമി വായിച്ചാലോ അല്ലാഹ്, ഒരു കുഴപ്പമില്ല. ചന്ദ്രിക വായിച്ചാലോ ഒരു കുഴപ്പമില്ല, ദേശമാനം വായിച്ചാലോ ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം വായിച്ചാലോ ശിർക്ക്. എവിടേക്ക് എത്തി ആലോചിച്ചു? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അദ്ദേഹം തുറന്നു പറയുന്നു, ഇക്കാലം വരെയും നമ്മൾ ഒട്ടേറെ ദിക്റുകൾ മുടക്കി കളഞ്ഞു, ദിക്ർ ഹൽക്കുകൾ നമ്മൾ എതിർക്കുന്നു.
അദ്ദേഹം പറയട്ടെ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദിക്റുകളും ദുആകളും ഉണ്ടാവേണ്ടതുണ്ട്. മുജാഹിദാണെന്ന് കരുതിക്കൊണ്ട് ദിക്റുകളും ദുആകളും അവന്റെ ജീവിതത്തിൽ നിന്ന് വർജിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നമ്മൾ ദിക്ർ ഹൽക്കകളെ അതിശക്തമായിട്ട് വിമർശിക്കുന്നു, സ്വലാത്ത് സദസ്സുകളെ അതിനിശ്ചിതമായി വിമർശിക്കുന്നു. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദിക്റുകൾ ഉണ്ടാവണം. തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും, അതാണ് കലിമത്ത് തയ്യിബ്. ആ കലിമത്ത് തയ്യിബ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇലൈഹി യസ്അദു കലിമത്ത് തയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉഹു. നോക്കൂ, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഇത്തരം ഉത്തമ വചനങ്ങളും സൽക്കർമ്മങ്ങളുമാണ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതുണ്ടോ? സമ്മേളനം ചോദിക്കുന്നുണ്ടോ? പാവം. ഒരു മുജാഹിദിന്റെ ഐഡന്റിറ്റി കാലം വരെ എന്തായിരുന്നു? അദ്ദേഹം തന്നെ പറഞ്ഞു പറയാൻ പോവുക, നിസ്കാരം കഴിഞ്ഞാൽ ഒരു മുജാഹിദിന്റെ ഐഡന്റിറ്റി എന്താ? ഞാനൊരു മുജാഹിദാകണമെങ്കിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ റബ്ബർ പന്ത് ചുമരിലേക്ക് എറിയുമ്പോ ആ പന്ത് എത്ര വേഗതയിൽ തെറിച്ചു പോകുന്നുവോ അതിലേറെ വേഗതയിൽ തെറിച്ചോടാനുള്ള ചിന്തയാണ് മുജാഹിദുകൾക്കുള്ളത് പറയട്ടെ അദ്ദേഹം. സൂചിപ്പിക്കേണ്ട, നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതാണ് സഹോദരങ്ങളെ. നമസ്കാര ശേഷം ചില ദുആകളും ചില ദിക്റുകളും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നിർവഹിക്കാതെ പോകലാണ് ഒരു മുജാഹിദിന്റെ ഐഡന്റിറ്റി എന്ന് നാം തെറ്റിദ്ധരിക്കാൻ പാടില്ലേ. ഒരു മുജാഹിദിന്റെ ഐഡന്റിറ്റി അങ്ങനെയായി മാറുന്നത്. ഇതുവരെ മുജാഹിദിന്റെ ഐഡന്റിറ്റി അങ്ങനെയാണല്ലോ. രണ്ടെണ്ണാണ് നിസ്കാരത്തിന്റെ ഐഡന്റിറ്റി. ഒന്ന് അല്ലാഹു അക്ബർ, നേരത്തെ പറഞ്ഞ കത്തിരിക്കട്ടെ അല്ലേ. രണ്ടോ നിസ്കാരം കഴിഞ്ഞ എണീറ്റ് ഓടൽ, അത് അവസാനിപ്പിക്കണം. ഇപ്പൊ അൽഹംദുലില്ലാഹ് മാറ്റം വന്നു. ദിക്റൊക്കെ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓർത്തു പോകുന്ന ഈ അടുത്ത കാലത്ത് ഇവരെ ചങ്ങരോള സമ്മേളനത്തിന് തൊട്ട് മുമ്പായി ഒരു പത്രത്തിൽ ഹെഡിങ് ദുആ സമ്മേളനം ഇന്ന് മനോരമയിൽ. അപ്പൊ ഞാനിപ്പോ വലിയ താല്പര്യവും വായിച്ചു നോക്കി. പല ശൈഖന്മാരും പങ്കെടുക്കണം നോക്കിട്ട് നോക്കുമ്പോ എവിടെയാ? തിരൂരാ. ആരാ സംഘടിപ്പിക്കുന്നത്? തിരൂര് മണ്ഡലം മുജാഹിദ് സംഘടിപ്പിക്കുന്നു ദുആ സമ്മേളനം. തിരൂര് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ദുആ സമ്മേളനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചേന്നര സലഫി കോംപ്ലക്സിൽ ചേരുന്നു. റവാഹു മനോരമ. മണ്ഡലം ദുആ സമ്മേളനം തുടങ്ങി. ഇൻഷാ അല്ലാഹ് അടുത്ത കാലങ്ങളിലായി ജില്ലാ ദുആ സമ്മേളനം നടക്കും. അതിന്റെ പിറ്റത്തെ പോലെ ഒരു സംസ്ഥാന ദുആ സമ്മേളനം, ഒരു കുത്തുബിയത്തും ഇൻഷാ അല്ലാഹ് പ്രശ്നം തീരും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീരണം, ഇത് തീരണം. ഇപ്പൊ കണ്ടല്ലോ നിങ്ങള്, മുജാഹിദിന്റെ ഐഡന്റിറ്റി ഇതാകാൻ പാടില്ല. റബ്ബർ പന്ത് തെറിച്ചു പോകുന്നവരെ തെറിച്ചു പോകാൻ പാടില്ല. അദ്ദേഹം പറയട്ടത്, ദിക്റുകൾ ചൊല്ലേണ്ടത് ചൊല്ലണം, ഓതേണ്ട വചനങ്ങൾ ഓതണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനൊരു മുജാഹിദാവണമെങ്കിൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞതുപോലെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഈ അമലുസ്വാലിഹികളാണ്. ഈ കർമ്മങ്ങൾ കൊണ്ടാണ് റബ്ബിന്റെ അടുക്കല് നമുക്ക് സ്വീകാര്യത ലഭിക്കുന്നത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സുന്നത്ത് നിസ്കാരമല്ലേ, ഒരു സുന്നത്തായ കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്ന പതിവ്. ഒരു സുന്നത്ത് നിസ്കാരമല്ലേ, ഒരു സുന്നത്തായ കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്ന ശൈലി നമുക്ക് വേണ്ട. പലപ്പോഴും മുജാഹിദ് സുഹൃത്തുക്കൾ ചെയ്യുന്ന ശൈലി അതല്ലേ. നിങ്ങൾ കണ്ടില്ലേ, എത്ര സ്വലാത്തുകളെയാണ് കളിയാക്കാറുള്ളത്, എത്ര ദിക്റുകളെയാണ് കളിയാക്കാറുള്ളത്. പറയുമെന്താ പറയാറുള്ളത്? അതൊരു ദിക്റല്ലേ, അതൊരു സലാത്തല്ലേ, നമുക്ക് എന്താണ് ഇതിന്റെ പ്രശ്നം? കണ്ടോ നിങ്ങൾ, ഹുസൈൻ സലഫി പോലും പറയുന്നു, നോക്കും നിങ്ങൾ, ദുഃഖമുണ്ട് നമുക്കതിൽ. അദ്ദേഹം ഒരുപാട് സലാത്തുകൾ എണ്ണി പറയുന്നു. അവർക്കിത് ചെല്ലാൻ കഴിയില്ലെങ്കിൽ ചെല്ലണ്ടെന്ന് വെച്ചാൽ പോരെ. പക്ഷേ ആ സലാത്തുകളെ കുറിച്ച് പറയുന്നു, ആ സലാത്തൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സലാത്തുകളാണ്, ആ സലാത്തൊന്നും നമുക്ക് വേണ്ട. സലാത്തിന് ഒറ്റടിക്ക് എതിർത്ത് കഴിഞ്ഞാൽ ജനം പറയില്ലേ? അപ്പൊ ഓരോന്നായിട്ട് എതിർത്ത് കളയാം. ഓരോ സലാത്തുകളെ പേര് പറഞ്ഞിട്ട് ആ സലാത്തൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സലാത്തുകളാണ്. ഡ്യൂപ്ലിക്കേറ്റ് സലാത്ത് ഒഴിവാക്കിക്കോ. കമാലിയയും താജും നാരിയ സലാത്തും കെഞ്ചുല്ലർഷും അതുപോലെ തന്നെ ജൽജലൂത്തും ഒന്നും നമുക്ക് വേണ്ട. ആ സലാത്തൊന്നും നമുക്ക് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞു നിർത്തുകയാണെങ്കിൽ സമാധാനമായിരുന്നു. സലാത്തിനെ കുറിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്ന ശൈലി നോക്കും നിങ്ങൾ. അത്തരം ചപ്പ് ചവറുകളാകുന്ന സലാത്തുകളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കണ്ട നിങ്ങൾ, സലാത്തുകളെ കുറിച്ച് പറയുന്ന ശൈലി. അത്തരം സലാത്തുകളാകുന്ന ചപ്പ് ചവറുകളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട്, സലഫി നിങ്ങൾക്ക് സലാത്ത് വേണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചാൽ പോരെ. എന്തിനാണ് ഈ ഉമ്മത്തിന്റെ സലാത്ത് നിങ്ങൾ മുടക്കിക്കളയുന്നത്? നിങ്ങൾക്കത് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാറ്റിവെച്ചോ. നിങ്ങൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ലല്ലോ, അതിനെ ചവറുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. പറയട്ടെ,
റസൂലുള്ള പഠിപ്പിച്ച ദീനാണോ നിങ്ങളുടെ കൈവശമുള്ളത്? ചിന്തിക്കാതെ ആരെങ്കിലും അകപ്പെട്ടു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, അത്തരം സ്വലാത്തുകളെ വർജിച്ചോ. അത്തരം സ്വലാത്തുകൾ എന്ന പേരിലുള്ള ചവറുകളെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിട്ട്, എന്തേ പറഞ്ഞ സലാത്തുകൾ എന്ന ചവറുകളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട്. കണ്ട നിങ്ങൾ, അവർക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചാ പോരെ. ഈ ശബ്ദഭംഗി കേൾക്കുമ്പോ, ഈ വഅദിന്റെ ഭംഗി കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പെട്ടുപോകണ്ട, എന്റെ സഹോദരന്മാരെ പെട്ടുപോകണ്ട, ചെറുപ്പക്കാരെ പെട്ടുപോകണ്ട. പ്രശുദ്ധമായ സലാത്തിനെ കുറിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്ന ശൈലി പൂർവികർ ഉപയോഗിച്ച സലാത്തല്ലേ, പൂർവികർ ചൊല്ലിയ സലാത്തല്ലേ. ആ സലാത്തിനെ കുറിച്ച് എന്തിനാണ് ഈ സലഫി ഇങ്ങനെയൊക്കെ പറയുന്നത്? ചവറുകൾ എന്ന് പറയുന്ന ശൈലി അല്പം അധിക പറ്റായി പോയി സലഫി. നിങ്ങളെ വായിലൂടെ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. സലാത്തിനെ കുറിച്ച് ചവറുകൾ ഒന്നുകൂടി കേൾക്കും നിങ്ങൾ. റസൂലുള്ള പഠിപ്പിച്ച ദീനാണോ നിങ്ങളുടെ കൈവശമുള്ളത്? ചിന്തിക്കാതെ ആരെങ്കിലും അകപ്പെട്ടു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, അത്തരം സ്വലാത്തുകളെ വർജിച്ചോ. അത്തരം സ്വലാത്തുകൾ എന്ന പേരിലുള്ള ചവറുകളെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിട്ട്, അത്തരം സലാത്തുകൾ എന്ന ചവറുകളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ വാദം എന്താ? ഏതാനും ചില സലാത്തുകൾ മാത്രമേ ചെല്ലാൻ പാടുള്ളൂ. സലഫി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇസ്ലാമിനൊരു പൊതു തത്വമുണ്ടോ? സലാത്ത് ചെല്ലാമെന്നുണ്ടെങ്കിൽ സലാത്തിന്റെ ഏത് ശൈലിയും ഉപയോഗിക്കാം. നിങ്ങൾ കണ്ടില്ലേ, പൂർവികരുടെ കിതാബെന്ന് മറിച്ചു നോക്കൂ, എന്തൊക്കെ സലാത്തുകളുണ്ടതിൽ. നിങ്ങളുടെ നേതാക്കന്മാരെ കിതാബെന്ന് മറിച്ചു നോക്കൂ, റസൂലുള്ളാഹിന്റെ ഇബ്രാഹിമിയ സലാത്ത് മാത്രമാണോ അതിലുള്ളത്? ഒരു പൊതു തത്വമല്ലേ അത്? ഇസ്ലാമിൽ അറിയപ്പെട്ട കാര്യമല്ലേ അത്? ഇസ്ലാമിൽ ഒരു കാര്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ, ആമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹാസുകളൊക്കെ ഉപയോഗിക്കാം എന്നല്ലേ ഇസ്ലാമിന്റെ തത്വം. സക്കരിയ സലാഹി തന്നെ പറയുന്നില്ലേ? സക്കരിയ സലാഹി പല സൂറത്തുകളും മന്ത്രിച്ചു തിന്നു, പല ആയത്തുകൾ കൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി എന്താ? ഖുർആൻ ഫീഹി ഷിഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊതു തത്വം. ഇന്ന സൂറത്ത് എന്ന് പറയണ്ട, എല്ലാ സൂറത്തൊന്നും മന്ത്രിച്ചു. അദ്ദേഹം പറയട്ടത്, ശൈത്താൻ മനുഷ്യനെ ഉപദ്രവിക്കും, അതിനുള്ള മരുന്ന് ഖുർആനാണ്. പിന്നെ ചില ആളുകൾ ചോദിക്കും, കുറെ ആയത്തുകൾ, ആദ്യം ഫാത്തിഹ സൂറത്ത്, പിന്നെ അൽ ബഖറയിൽ ഇന്ന ആയത്ത്, പിന്നെ ആൽ ഇംറാൻ ഇന്ന ആയത്ത്, ഇങ്ങനെയൊക്കെ പ്രത്യേകം ആയത്തുകൾ തെരഞ്ഞെടുത്ത് ഓതുന്നുണ്ടല്ലോ, അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പൊതു തത്വമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ന ആയത്ത് ഓതണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതില്ല. മറിച്ച് ഖുർആൻ തന്നെ ശിഫയാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ഖുർആനെ നാം അവതരിപ്പിക്കുന്നു, അത് ശിഫയാണ്, ശമനമാണ്, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തുമാണ്. ശിഫ എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്നും സംശയത്തിൽ നിന്നുമൊക്കെയുള്ള ശമനത്തോടൊപ്പം തന്നെ മനുഷ്യന്റെ എല്ലാ അസുഖങ്ങൾക്കുമുള്ള ശമനമാണത് എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ട നിങ്ങള്, ഷിഫ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന ആയത്തിന് ഖുർആൻ പറയേണ്ടതില്ല എന്ന് പോലെ തന്നെ ഖുർആൻ പറഞ്ഞ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, സലാത്ത് ചൊല്ലിക്കോളെ പോരെ. എന്തിനാ ചവറുകൾ ഉപയോഗിച്ച് സലാത്തിന് മാത്രമാണോ? ഈ പറഞ്ഞ സക്കരിയ സലാഹി ഫാത്തിഹ കളിയാക്കിയല്ലേ? നോക്കൂ നിങ്ങൾ, എന്തിനൊക്കെ ഇവർ കളിയാക്കുന്നു? പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. ഇയാൾ പറയാണ് സുന്നികളെ കൊണ്ട് ആകെ അടങ്ങാറായി, നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, എവിടെ നോക്കിയാലും ഫാത്തിഹയാണ്. 3 അൽ ഫാത്തിഹ, 7 അൽ ഫാത്തിഹ, 40 അൽ ഫാത്തിഹ, കുറ്റി അടിക്കുന്നിടത്ത് അൽ ഫാത്തിഹ, തറ കീറുന്നിടത്ത് അൽ ഫാത്തിഹ, ഹജ്ജിന് പോകുമ്പോൾ അൽ ഫാത്തിഹ, വന്ന അൽ ഫാത്തിഹ, ആകെ അൽ ഫാത്തിഹയാണ്. എന്താ കംപ്ലൈന്റ്? ഫാത്തിഹ ഓതാണ് നമുക്കുള്ള കുറ്റപ്പതി. അത് പറയട്ടെ. എത്ര സ്ഥലത്ത് അനങ്ങാനൊക്കെ മനുഷ്യന്മാരെ, ഒരാൾ ദുബായി പോകുകയാണെങ്കിൽ അന്നൊരു അവിടെ അൽ ഫാത്തിഹ, പുരക്ക് കുറ്റി അടിക്കുക അൽ ഫാത്തിഹ, പുരക്ക് കട്ടില വെക്കുമ്പോ അൽ ഫാത്തിഹ, പുതിയ പുര കൂടുമ്പോ അൽ ഫാത്തിഹ, ഹജ്ജിന് പോകുമ്പോ അൽ ഫാത്തിഹ, പുതിയ ഇറങ്ങിയ അൽ ഫാത്തിഹ, പുതിയ ഇറങ്ങിയ അൽ ഫാത്തിഹ, ഹജ്ജിന് പോകുമ്പോ അൽ ഫാത്തിഹ. തിരിയാനും മറിയാനും ആയിക്കോല. കണ്ടങ്ങള് കുറ്റം എന്താണ്? നമ്മൾ ഫാത്തിഹ ഓതാണ്. പിന്നെ നമ്മൾ എന്താ ഓതേണ്ടത്? ഫീഹി ഷിഫ എന്ന് പറയുന്ന പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുന്നതിനെ കുറിച്ച് പറയാണ്, അനങ്ങാനും തിരിയാനും സമ്മതിക്കണില്ല, ഒക്കെ വെട്ടിമുറിച്ചില്ലേ. പക്ഷേ ഓരോന്നോരോന്ന് ഇപ്പൊ തിരുത്തുക. ഇപ്പൊ കണ്ടില്ല നിങ്ങള്, ബർക്കത്ത് കളിയാക്കിയ ആൾക്കാർ. ഇപ്പൊ ബർക്കത്ത് വർക്ക് തുടങ്ങിയില്ലേ? കഴിഞ്ഞ മുജാഹിദിന്റെ സമ്മേളന നഗരിയിൽ വെച്ചുകൊണ്ട് മുജാഹിദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ ഒരു ദുആ ചെയ്യുക. എന്താ ദുആ ചെയ്യുന്നത്? ഒരുപാട് ആളുകൾക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്മേളനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഉദ്ദേശമൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. ഏതിന്റെ ബർക്കത്ത്? മുജാഹിദിന്റെ സമ്മേളനത്തിന്റെ ബർക്കത്ത്. സുബ്ഹാന ജല്ല ജലാലു.
നിങ്ങൾ ആലോചിച്ചോക്കാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളെ ബർക്കത്തെടുക്കാൻ പാടില്ല ആളുകള്. ഹക്ക് ജാഹ് ബർക്കത്ത് ഇതൊന്നും മുൻനിർത്തി ദുആ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞവർ. സക്കരിയ സലാഹി തന്നെ ഹക്കും ജാവും ബർക്കത്തും മുൻനിർത്തി ദുആ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്ന നിങ്ങൾ കേൾക്കുകയും എന്നിട്ട് ഞാൻ AP അബ്ദുൽ ഖാദർ വഴി പ്രസംഗിച്ച് കേൾപ്പിച്ചുതരാം. ഹക്കെന്ന് പറഞ്ഞാൽ അവകാശം. ആർക്കാണ് അള്ളാഹുവിൽ വല്ല അവകാശവും ഉള്ളത്? ഒരവകാശവും ആർക്കുമില്ല. എല്ലാം അള്ളാഹുവിന്റെ ഔദാര്യം. ജാഹെന്ന് പറഞ്ഞാൽ പ്രശസ്തി. അള്ളാഹിനെ സൂക്ഷിച്ചവർക്ക് പ്രശസ്തി ഉണ്ടാകും. പക്ഷേ ഒരിക്കലും തന്നെ ആ പ്രശസ്തി ദുആയിൽ എടുത്തു പറയാൻ റസൂല് പഠിപ്പിച്ചില്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പുരോഗതി. പക്ഷേ ആ പുരോഗതി പ്രാർത്ഥന എടുത്തു പറയാൻ പഠിപ്പിച്ചില്ല. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ മാത്രം പ്രാർത്ഥിക്കാൻ ഒരടയാളന്മാരുമില്ലാതെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഹക്കും ജാഹും ബർക്കത്തും എടുത്തു പറയുകയും അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യാൻ നിർബന്ധിതരാകുമെന്ന് വാദിക്കുകയും ചെയ്തു. കടലങ്ങള് ഹക്ക് ജാഗ പറഞ്ഞത് ബർക്കത്താണ് പുരോഗതി. പക്ഷെ ബർക്കത്ത് മുൻനിർത്തി ദുആ ചെയ്യാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. അതാരാ പറയണത്? മുജാഹിദിന്റെ ഒരു പ്രവർത്തകൻ, ഒരു പ്രഭാഷകൻ. മുജാഹിദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ അയാൾ സമ്മേളനം വെച്ച് ദുആ ചെയ്യുക, ഈ സമ്മേളനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല പരിഹരിക്കട്ടെ. ഇത് രസമുണ്ട്. ഇത് അദ്ദേഹം സമ്മേളനം വെച്ച് പ്രസംഗിച്ചു. പിറ്റേ ദിവസം സമ്മേളനം ഇന്നലെ കഴിഞ്ഞാൽ ഇന്ന് നമ്മളോട് പോയി പ്രസംഗിച്ചു. ഈ ക്ലിപ്പ് ഇട്ടിട്ട് ഇവരാകെ അന്തം വിട്ടു. പടച്ചോനെ എങ്ങനെ ഇന്നലെ പ്രസംഗിച്ച് ഇന്ന് ക്ലിപ്പിടാൻ നമ്മൾ പ്രസംഗിച്ചു. നിങ്ങൾ ഈ സമ്മേളനം കൊണ്ട് വലിയ മാറ്റം സൃഷ്ടിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ 7ാം സംസ്ഥാന സമ്മേളനത്തിൽ നിർത്തരുത്, പെട്ടെന്ന് തന്നെ 8ാം സംസ്ഥാന സമ്മേളനം വെക്കണം നമ്മൾ ആവശ്യപ്പെട്ടു. ബർക്കത്തുകൊണ്ട് ദുആ ചെയ്തു. അപ്പോഴവർ ചിന്തിച്ച് പടച്ചോനെ ഇക്കാലം വരെ നമ്മൾ ബർക്കത്ത് വേണ്ടാറുണ്ട്, ഇപ്പൊ ചെയ്ത് ശരിയായില്ലല്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്തു? CD ഇറക്കിയപ്പോ ആ ഭാഗം കട്ട് ചെയ്തു. ഞാൻ സമ്മേളനത്തിന് ഈ ബർക്കത്ത് നേരിട്ട് പോയി പിടിപ്പിച്ചെടുത്തതാ. കുറെ കഴിഞ്ഞിട്ടാ ഇവര് CD ഇറക്കണത്. CD ഇറക്കിയപ്പോ ഞാൻ പിടിപ്പിച്ചത് ക്ലിയർ കുറവുണ്ട്, എന്നാ കുറച്ച് ക്ലിയറിൽ കിട്ടുമല്ലോ വെച്ചിട്ട് CD വാങ്ങി നോക്കിയപ്പോ ബർക്കത്തിന് കട്ട് ചെയ്തു. ബർക്കത്തുകൊണ്ട് ദ്വാരക്കാൻ പറ്റുമെങ്കിൽ എന്തിനാ കട്ട് ചെയ്തത്? പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാ ദ്വാരുന്നത്? രണ്ടാളൊന്നും തെറ്റല്ലേ? ഒന്നെങ്കിൽ ദ്വാര തെറ്റ്, അല്ലെങ്കിൽ കട്ട് ചെയ്ത് തെറ്റ്. ഏതാണെങ്കിലും തിരിച്ചിങ്ങോട്ട് പോരണം. കട്ടാനും തെറ്റാണ് കൊണ്ട് പോരണ്ടേ ശരിയുള്ളിടത്തേക്ക്. ദ്വാരുന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ പറഞ്ഞ ശരിയായില്ലേ, അപ്പൊ തിരിച്ചു പോരണ്ടേ. ഏതായാലും നിങ്ങൾ ആദ്യം ദ്വാർക്കുന്ന രംഗം കേൾക്കുന്ന ശരിക്കും ശ്രദ്ധിച്ചോളി. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളായ ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സുഖപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്ക് മരിച്ചുപോയ ആളുകൾക്ക് പിന്നെ അള്ളാഹുവിനോട് പുറത്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഓരോന്നും പദം പറഞ്ഞിട്ടുള്ള കൊണ്ട് ആദ്യം പറയിപ്പിക്കാൻ ഉദ്ദേശം ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ തട്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനിടയ്ക്ക് ചില ആളുകൾ നമ്മൾ ഈ സമ്മേളനത്തെ സംബന്ധിച്ച ആളുകൾ ഒരു പ്രതീക്ഷ പോകുന്നതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞ ചില ആളുകൾ എനിക്ക് കത്തെഴുതി. ആ കത്തെഴുതിയിൽ ഞാൻ ഇന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും, അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് എൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റുള്ളോ ഒന്നും പറയാതെ തന്നെ അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമ്മേളനത്തിൽ നമ്മൾ ഈ വയറിലൊക്കെ ഉണ്ടാകുമ്പോഴേ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടി പേര് പറയാൻ ആഗ്രഹിക്കാത്ത അനുഭാവി സംഭാവന. പേരൊന്നും ആഗ്രഹിക്കാത്ത പേരൊന്നും പറയാത്ത, എന്റെ പേരൊന്നും പറയാതെ നിങ്ങൾ സമ്മേളനത്തിൽ ദുആ ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ കത്തെഴുതി. ഇന്ന് അദ്ദേഹം പറയാണ് ഈ സമ്മേളനത്തിന്റെ പറയാൻ കുറച്ച് പ്രയാസപ്പെടും കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചായി. സമ്മേളനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശം നിറവേറ്റി കൊടുക്കട്ടെ. അല്ല ശരിക്കും പറഞ്ഞു കേട്ടോളി. സമ്മേളനത്തിൽ നിന്ന് ഈ തൗഹീദ് പ്രചാരണവും അല്ലെങ്കിൽ ഇസ്ലാമിക പ്രചാരണവും കൂടാതെ തന്നെ ഇതിന്റെ ഈ സമ്മേളനത്തിന്റെ ഇതുകൊണ്ടുള്ള ബർക്കത്ത് അല്ലെങ്കിൽ കണ്ടോ, ഇത് കൊണ്ടുള്ള ബർക്കത്ത് ശരിക്കും അവിടുന്ന് പിറ്റേ ദിവസം നമ്മൾ ശരിക്കും ഇവിടെ അവതരിപ്പിച്ചു. കുടുങ്ങിയില്ലേ? പറയട്ടെ. ഇതിൽ വിശ്വാസം അർപ്പിക്കുകയും ഇതിൽ ഈ കൂട്ടായ്മയെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ സമ്മേളനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആത്മാർത്ഥം പ്രാർത്ഥിച്ചാണ് പിന്നീട് ആത്മാർത്ഥമായിട്ട് മുജാഹിദുകൾ കട്ട് ചെയ്തത്. ഇനി കട്ട് ചെയ്ത് കാണിച്ചാൽ ശരിക്കും ശ്രദ്ധിച്ചോളി. ആ ഭാഗം മാത്രം ആ സമയത്ത് കാണാൻ ക്ലിപ്പിൽ ചാട്ടം കാണാം, പ്രസംഗത്തിന് പെട്ടെന്നൊരു ചാട്ടം കാണാം. ശരിക്കും ശ്രദ്ധിച്ചോളി. ഒരു പ്രതീക്ഷ വെക്കുന്നു എന്നുള്ളതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞ ചില ആളുകൾ എനിക്ക് കത്തെഴുതി. ആ കത്തെഴുതിയിൽ ഞാൻ ഇന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു,
അതുകൊണ്ട് അത് ആ ബുദ്ധിമുട്ട് എൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും പറയാതെ തന്നെ അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, സമ്മേളനത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഒന്നിലധികം പേര് എനിക്ക് കത്തി. അവരുടെ ഉദ്ദേശങ്ങൾ ക്ലിപ്പ് ചാടിയുണ്ട്. പിന്നെ അവരുടെ ഉദ്ദേശങ്ങൾ പിന്നുള്ളൂ. ഏതില്ല? ബർക്കത്തന്നെ ഒഴിവാക്കി. കേട്ടോ, ഞാൻ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. പറയട്ടെ, അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആണല്ലേ? അതിന്റെ അടക്ക ബർക്കത്തന്നെ കട്ട് ചെയ്തു. ബർക്കത്തുകൊണ്ട് ദ്വാരക്കാൻ പറ്റുമെങ്കിൽ എന്തിന് കട്ട് ചെയ്തു? പറ്റൂല്ലെങ്കിൽ എന്തിന് സംസ്ഥാന ജനതക്കിട്ട് ദ്വാ ചെയ്തു? രണ്ടും തെറ്റില്ല. ആലോചിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഒരു കാലത്ത് നിസ്കാരാനന്തരമുള്ള ദിക്റുകളും ദ്വാകളും ഒക്കെ തള്ളിപ്പറഞ്ഞ ആളുകൾ ഇപ്പൊ തുടങ്ങുന്നു ദിക്റെല്ലാം തുടങ്ങി. ഈ വാണി നാളെ എന്നിട്ട് പറയും, ഞങ്ങൾ നിസ്കാരത്തിന് ശേഷം ദിക്റെല്ലാന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കൂട്ടുപ്രാർത്ഥന എതിർത്തിട്ടുള്ളൂ. ആര് പറഞ്ഞു? ഒരു കാലത്ത് പ്രസംഗിച്ചിരുന്നില്ലേ, നിസ്കാരത്തിന്റെ ശേഷം അല്ലാഹു റസൂൽ അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം എന്ന ദിക്ർ ചെല്ലുന്ന സമയം മാത്രമേ റസൂൽ ഇരിക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ റസൂൽ എണീറ്റ് പോകാറാണ് പതിവ്. ഫിഖിന്റെ കിബാറത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തില്ലേ, ഹദീസിന്റെ കിതാബുകൾ വരെ ദുർവ്യാഖ്യാനം ചെയ്തില്ലേ. നിസ്കാരത്തിന്റെ ശേഷം ദിക്റില്ലെന്ന് സമർത്ഥിക്കാൻ, ദുആയില്ലെന്ന് സമർത്ഥിക്കാൻ എത്ര റിവായത്തുകളാണ്, എത്ര ഇബാറത്തുകളാണ് ദുർവ്യാഖ്യാനം ചെയ്തത്. സംഭവം എന്താ? ഹദീസിൽ എന്താ ഉള്ളത്? റസൂലുള്ളാഹി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ അതേ ഇരുത്തം അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം തബാറക റബ്ബ യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന സമയം ഇരിക്കുള്ളൂ. പിന്നെ തിരിഞ്ഞിരിക്കുന്ന ഇവരെന്ത് പറഞ്ഞു? ആ സമയം ഇരിക്കുള്ളൂ, അതിന് എണീറ്റ് പോകാനാണ് പതിവ്. പറയട്ടെ. ഇനി സഹോദരങ്ങളെ, മുജാഹിദുകൾ പറയുന്നു നിസ്കാര ശേഷം കൂട്ടു പ്രാർത്ഥന ഇല്ല, കാരണം റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ള നിസ്കാരം കഴിഞ്ഞാൽ കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ ലം യഖഉദ് ഇല്ലാ മിഖ്ദാര മാ യഖൂലു അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ഈ ദിക്ർ പറയുന്ന സമയമല്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാറുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് പോകും. കണ്ടില്ലേ? എത്ര ഇരിക്കാറുള്ളൂ? അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. നേരത്തെ നമ്മൾ കേട്ടത് എന്തൊക്കെയാണ്? നിസ്കാരം കഴിഞ്ഞാൽ ആയത്തുൽ കുർസി, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പിന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ ദുആയും ഇപ്പൊ പറഞ്ഞതോ എന്ത് മാത്രമേ ഉള്ളൂ? അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക റബ്ബനാ യാ ദൽ ജലാലി വൽ ഇക്റാം. ഇതായിരുന്നു പണ്ട് പറഞ്ഞത്. ഇപ്പൊ ഏതായാലും അൽഹംദുലില്ലാഹ് മാറ്റം വന്നു. പക്ഷെ മാറ്റം വന്നെങ്കിലും ഇതൊക്കെ പറയാൻ തുടങ്ങിയെങ്കിലും ഇപ്പോഴും നടപ്പിലാകുന്നില്ല. നമുക്ക് ദുഃഖമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ, ഒരു പൊതുസമ്മേളനമാണെങ്കിൽ ഓക്കെ, ചിലപ്പോ നിസ്കാരം കഴിഞ്ഞ എല്ലാവരും സീറ്റ് ഇട്ടാൻ വേണ്ടി ഓടി നിൽക്കുക. ഒരു ക്യാമ്പിൽ വരെ നിസ്കാരം കഴിഞ്ഞ ദ്വാരക്ക അല്ലെ ദിക്റില്ല, ഇപ്പോഴും ഇല്ല. പല സ്ഥലങ്ങളിലും ഇവരെ ചങ്ങരവണ സമ്മേളന നഗരിയിൽ പോലും നിസ്കാരത്തിന്റെ ലക്ഷം ദിക്റല്ലാൻ ഒരാൾ ഇരുന്നില്ല. എന്തൊക്കെ ചില നമുക്ക് കേട്ടു? ആയത്തുൽ കുർസി, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 വീതവും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ഇതൊക്കെ ചെല്ലണം, പക്ഷേ ഇവിടെ ചെല്ലുന്നില്ല. ഇത് ഈ ചെല്ലാത്ത രംഗം ഞാൻ പരസ്യത്തിൽ പ്രസംഗിച്ചു. അപ്പൊ പ്രസംഗിച്ചപ്പോ ഇവരെ കൂട്ടത്തിൽ ഇപ്പുണ്ട് സുന്നി എന്ന് പോയൊരു മുസ്ലിയാര്, ഫൈസൽ മുസ്ലിയാർ. അയാൾ മുസ്ലിയാർ പറഞ്ഞാൽ ദാറുൽ 2 കൊല്ലം പഠിച്ചു. അപ്പൊ അയാൾ മുസ്ലിയാരുടെ ക്വാളിഫിക്കേഷൻ 2 കൊല്ലം എന്ന് പറഞ്ഞാൽ ദാറുൽ കുട്ടി ചേരില്ല. എപ്പോഴാ? 5ാം ക്ലാസ് മാർസിന് പാസ്സായത്. 5ാം ക്ലാസ് മാർക്സ് പാസ്സായിട്ട് 2 കൊല്ലം പഠിച്ച് എത്ര വയസ്സായിട്ടുണ്ടാവും? ഒരു 12ാമത്തെ വയസ്സ്. ഉദാഹരണം പറഞ്ഞാൽ മദ്രസയിൽ 7ാം ക്ലാസ് പഠിക്കണം. അത് പഠിച്ച് ഇവർ പോരും ചെയ്തു. അപ്പൊ ഒരു മുസ്ലിയാരായി. അയാളെ വാപ്പ അയാളെ പറ്റി വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു. ഞങ്ങളെ നാട്ടിൽ പ്രസംഗിക്കാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലെന്ന് എനിക്ക് ചെലവ്, ഇയാൾ വേറെ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തറവാട്ടിൽ. വാപ്പ എന്നോട് വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു എന്തുകൊണ്ട് പോയി. എന്നിട്ട് ഇയാൾ എനിക്ക് മറുപടിക്കൊന്ന് ചേളാരിയില്ലേ, ചേളാരിയിൽ മറുപടിക്കൊന്നിട്ട് ഇയാൾ പറഞ്ഞത്, നിങ്ങള് ഇപ്പോ ദീൻ പൊളിക്കാൻ വേണ്ടി സമസ്തയിൽ ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എവിടെ പ്രസംഗിച്ചാൽ അവിടെയൊക്കെ വരികയാണ്. ചങ്ങരവണത്ത് പ്രസംഗിക്കാൻ പോയി അവിടെയും വന്ന് ദീൻ ഫിത്തനാക്കാൻ വേണ്ടി ഇയാൾ നടക്കാണ്. എന്നിട്ട് ഇയാൾ ഇപ്പോൾ ക്ലിപ്പിടുന്നുണ്ട്, ഞങ്ങൾ നിസ്കാരത്തിന് ശേഷം ദിക്റില്ല, ദ്വാരക്കലില്ല. ഏതാ ക്ലിപ്പ്? നിസ്കാരത്തിന് ശേഷം എണീറ്റ് പോണ ക്ലിപ്പാടുന്നത്. സത്യത്തിൽ ഞങ്ങൾ എണീറ്റ് പോയിട്ടില്ല, ജമ്മാക്കാൻ വേണ്ടി എണീറ്റതാണ്. എങ്ങനെ? ആ എണീക്കുന്ന ക്ലിപ്പ് ഇട്ടിട്ട് കണ്ടോ മുജാഹിദുകൾ ദിക്റിലില്ല, ദുആ ചെയ്യുന്നില്ല. സംഗതി എന്താ? ജമ്മാക്കാണ്. സംഭവം എന്താ നിങ്ങൾക്ക്?
നിസ്കാരം ജമ്മാക്കി ഉണ്ടാവും, ശരിയാ. അപ്പൊ ളുഹുറു അസ്റും ജമ്മാക്കുകയാണെങ്കിൽ ളുഹുസ്കാരൻ സലാം വീട്ടി എണീക്കും. അപ്പൊ ജമ്മാക്ക് എന്ത് ചെയ്യണ്ട, ദിക്ർ ചൊല്ലില്ല, ശരി, നേരെ നമുക്ക് തർക്കമില്ല. പക്ഷെ ഞാനിട്ട ക്ലിപ്പ് അതല്ല, അസർ കഴിഞ്ഞ് സലാം വീട്ടി പോണതാണ്. ജമ്മാക്കുമ്പോ പോണോ, അവിടെ ഇരുന്നാ പോരെ, അവിടെ നിൽക്കില്ല. രണ്ടും ഞാൻ കാണിച്ചുതരാം. ആദ്യം അദ്ദേഹം പറയും, നിങ്ങൾ കേട്ടോളി, എന്നിട്ട് രണ്ടും കേൾപ്പിച്ചുതരാം. അപ്പൊ ഈ പണി അപ്പ ദീനി പൊളിക്ക. മുജാഹിദുകൾ എവിടേക്കോ ആരോ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നുവോ അവിടെയൊക്കെ അത് തകർക്കാൻ, അത് പൊളിക്കാൻ ഇവർ നടന്നു കൊടുക്കുക. ആ സമ്മേളനത്തിലെ ഫോട്ടോ പിടിച്ച് കണ്ടോ, സലാം വിട്ട് അപ്പണ്ട് എണീറ്റു. സലാം വിട്ട് ഉടനെ എണീറ്റ് ആ ഫോട്ടോ കാണിച്ചു കണ്ടോ, ദിക്ർ വേണമെന്നൊക്കെ പറയും, സുബൈ വേണമെന്നൊക്കെ പറയും, പക്ഷെ ചെയ്യണില്ല. സംഗതി എന്താ? സമ്മേളനത്തിന് സലാം വിട്ട് അപ്പ എണീക്കെന്തിനാ? രണ്ടാമത് ഒരു വക്ത് കൊണ്ട് നിസ്കരിക്കാനാ. ളുഹർ സലാം വിട്ട് എവിടെ എണീക്കും? അസംസ്കരിക്കാൻ. അവിടെ ജമ്മാക്കുക, അവിടെ ജമ്മാക്കിയത്. അപ്പൊ സലാം വിട്ട് എവിടെ എണീക്കും? ഇഖാമത്ത് വിളിക്കും, എല്ലാ അസ്റും കൂടെ നിസ്കരിക്കും. നേരെ ഇവര് സലാം വിട്ട് എണീക്കുന്ന ഫോട്ടോനെ പിടിച്ചിട്ടാണ് കാണിച്ചു കണ്ടോ. അപ്പൊ സലാം വിട്ട ഉടനെ മൂടുന്നട്ടൊക്കെ പാട് എണീറ്റു. പിന്നെ എന്തേ ബല് പറഞ്ഞതിന് അർത്ഥമുള്ളത് ഇതാ. അപ്പൊ ദിക്ർ വേണം, ദുആ വേണമെന്ന് പറയാ, അത് പ്രസംഗിക്കും, ആരാണ് കേൾപ്പിക്കുക എന്ന് കണ്ടോ, ചെയ്യണില്ല. സംഗതി എന്താ? ജമ്മാക്കാൻ എണീക്ക. സംഗതി എന്താ? ജമ്മാക്കാൻ. നമ്മളിവരെ ഈ ക്ലിപ്പ് കിട്ടിയത് ഇവർ ദിക്ർ വേണം ദ്വാരക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ സമ്മേളനത്തിനെ കണ്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാത്തോണ്ട് ചോദിച്ചു, അത്രേ ഉള്ളൂ. അതിന് അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങൾ ജമ്മാക്ക എണീറ്റപ്പോ ആ ക്ലിപ്പ് ഇട്ടിക്കണത്. അപ്പൊ ആദ്യം ജമ്മാക്കണത് കാണി. ജമ്മാക്കൽ എങ്ങനെ? ടൂറിസ്റ്റുകാരെ സലാം വിട്ട് എണീക്കും, ഇഖാമത്ത് കൊടുക്കും, എല്ലാരും അവിടെ നിന്നിട്ട് അസംസ്കരിക്കും, ആരും പോകൂല. അങ്ങനെയുള്ള ജമ്മാക്കല്. ജമ്മാക്കും പോകാൻ പറ്റൂലല്ലോ. ഞാൻ കാണിച്ച ക്ലിപ്പ് അതല്ല, പോണതാണ്. ആദ്യം ജമ്മാക്കൻ കണ്ടോളിയും. മുക്കരിക്ക് എണീക്കണു, ഇക്കാമത്ത് കൊടുക്കുന്നുണ്ടോളി. ഫോണിൽ എല്ലാവരും നിൽക്കുക, ഇക്കാമത്ത് കൊടുക്കട്ടെ. ഇതാണ് ജമ്മാക്കല്. എല്ലാരും ഫോണിൽ അവിടെ നിൽക്കുക. പക്ഷെ ഞാൻ കാണിച്ച ക്ലിപ്പ് അതല്ല. ഞാൻ കാണിച്ചതാ ളുഹറും കഴിഞ്ഞു അസ്ർ കഴിഞ്ഞവന് ജമ്മാക്കലുണ്ട്. ളുഹറും കഴിഞ്ഞ് അസ്ർ കഴിഞ്ഞവന് ദിക്റല്ലേ. അസ്രസ്കാരം കഴിഞ്ഞു, ഇനി എണീറ്റ് പോണുണ്ടോളി. ഇപ്പൊ മുക്കരിക്കല്ല ആദ്യം എണീക്കുന്നത്, വേറെ ആളാ. ഇത് ജമ്മാക്ക തിരിഞ്ഞു നിന്നിട്ട് ആ പോണ ഓരോരുത്തർ കണ്ടില്ല നിങ്ങള്. എമ്മക്ബറൊക്കെ പോണുണ്ട്, ചെരുപ്പിടണോ? ജമ്മാക്കാൻ ചെരുപ്പിടണോ? ഞാൻ ഇയാളുടെ നിങ്ങൾ മുസ്ലിയാരാന്ന് പറഞ്ഞ എനിക്ക് വിഷമമുണ്ട്. കാരണം ജമ്മാക്കും ഇങ്ങനെ പോണോ? എന്നിട്ട് പറയാ ദീം പൊളിച്ചാ നടക്കാണ്. അപ്പൊ സത്യത്തിൽ നമ്മളൊരു കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ദിക്ർ വേണം, ദുആ വേണം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും ചെയ്യുന്നില്ല. കണ്ട എല്ലാവരും എണീറ്റ് പോണത്. എന്നിട്ട് പറയാ ഞങ്ങൾ ദീപക്കല്ല ജമ്മാക്ക് ഇങ്ങനെയൊക്കെ പോരണം, ഇങ്ങോട്ടൊക്കെ പോരണം. അവിടെ തന്നെ നിൽക്കല്ലേ വേണ്ടത്. എല്ലാവരും ചെരുപ്പുണ്ട് നിങ്ങൾ ജമ്മാക്ക് പതി. ഈ നിലക്കുള്ള മറുപടികളൊക്കെ പറഞ്ഞപ്പോ എന്താ ചെയ്യാ? നമ്മളവരെ കുറ്റപ്പെടുത്തല്ല. ദിക്ർ വേണം, ദുആ വേണം എന്ന് പറഞ്ഞ സ്ഥിതിക്കൊന്ന് ചെയ്യാൻ തയ്യാറായിക്കാൻ നമുക്ക് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാ ജമ്മാക്കാൻ വേണ്ടി ഓരോരുത്തർ പോകുക തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം, ഒരു കാലത്ത് ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ ആളുകൾ അൽഹംദുലില്ലാഹ് തിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്, മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും എത്ര കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല, സമയം ഒരുപാട് വൈകിപ്പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടി കാണിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ. ദിക്ർ വേണം, ദുആ വേണം, മന്ത്രം വേണം. എന്തിനേറെ മുജാഹിദ് പണ്ഡിതനായ ഡോക്ടർ കെ സക്കരിയ സലാഹി പറയുകയാണ്. എന്താ സക്കരിയ സലാഹി പറയണത്? സക്കരിയ സലാഹി പറയാണ്, മന്ത്രം വേണം, മന്ത്രിച്ചുതിയാൽ മാത്രം പോരാ, തടവി കൊടുക്കണം, ഊതിക്കൊടുക്കണം. ഇതൊക്കെ മന്ത്രത്തിലുണ്ട്. എന്താ സംഭവം? എനിക്ക് സത്യത്തില് ഗൾഫിലെ അറബികൾ ഇതൊക്കെ അംഗീകരിക്കുന്നവരാ. അപ്പൊ ഗൾഫിലെ അറബികൾക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഇതൊക്കെ അംഗീകരിച്ചേ പറ്റൂ. എന്തിനേറെ ഇനി പിഞ്ഞാണം എഴുതി കൊടുക്കണം എന്ന് വരെ ഗൾഫിലെ അറബികൾ സമ്മതിക്കുന്നുണ്ട്. ഗൾഫിലെ അറബികളുടെ ബുക്കുകൾ പരിശോധിച്ചാൽ കാണും. ഇന്നലെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഗൾഫിലെ അറബികൾ പറയുന്നത് മന്ത്രിച്ചൂതി കൊടുക്കാന്ന് മാത്രമല്ല, പിഞ്ഞാണം എഴുതി കൊടുക്കാന്ന് വരെ അവർ പറയുന്നുണ്ട്. വെള്ളത്തിൽ മന്ത്രിച്ചൂതി കൊടുക്കാം ഗൾഫിൽ അറബികൾ പറയുന്നുണ്ട്. ഇവർ ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സക്കരിയ സലാഹി പറയാണ്, നമ്മളെ കുട്ടിക്ക് രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? രാത്രി ഇതേറെ മുജാഹിദ് എന്താ പറഞ്ഞത്? സുന്നികള് വല്ല രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ മന്ത്രിച്ചൂതി നിൽക്കരുന്നു. എത്ര കുട്ടികൾ അങ്ങനെ മരിച്ചത്. ഇപ്പൊ ഇവര് പറയണു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ല വേണ്ടത്, കുട്ടിയെ കഴുകി വൃത്തിയാക്കി ആയത്തെക്കുറിച്ച് ഓതിട്ട് മന്ത്രി ചൂതി കൊടുത്ത കുട്ടി സുഖമായിട്ട് ഉറങ്ങും. ഇതൊക്കെ ഖുറാഫത്താണോ? ഒരു ചോദിക്കുക. കേട്ടോളി. നമ്മൾക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ
എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു ചെറിയ കുട്ടി, എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസ്സെന്നൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തുൽ കുർസി ഊതി തടവി കൊടുത്ത കുട്ടി അങ്ങോട്ട് ഉറങ്ങും. ഇതൊക്കെ ഇപ്പൊ ഖുറാഫാത്താ. ഞങ്ങളിൽ പണ്ടേ മന്ത്രത്തെ എതിർത്തിട്ടില്ല. ആര് പറഞ്ഞു? മന്ത്രത്തെ എതിർത്തുന്നില്ലേ? എതിർത്തു. പക്ഷേ ഇപ്പൊ മന്ത്രം തുടങ്ങി നോക്കുമ്പോ മന്ത്രം സുബ്ഹാനല്ലാഹ് പുടുത്തമുട്ട മന്ത്രപ്പുള്ളത്. ഇപ്പൊ മന്ത്രിക്കണം എന്ന് പറഞ്ഞവന് ലാസ്റ്റ് പൊടച്ച് നിങ്ങള് പൈപ്പിലൂടെ മന്ത്രിക്കണം എന്ന് പറയുന്നത്. അമ്മാരി മന്ത്രം നമ്മൾ കേട്ടിട്ടില്ല. മന്ത്രം കേട്ടിട്ടുണ്ട്. മുജാഹിദ് പണ്ഡിതൻ ഡോക്ടർ സുബൈർ മോരി പറയാണ്, വല്ല ആണുങ്ങൾക്കൊക്കെ മന്ത്രി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തലയിൽ കൈവച്ച് വലത് ചെവി നൂതണം. പെണ്ണുങ്ങൾക്ക് വല്ല മന്ത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറയാനൊക്കെ പൈപ്പിലൂടെ മന്ത്രിക്കണം എന്നാണ്. പൈപ്പിലൂടെ അദ്ദേഹം പ്രത്യേകം PVC പൈപ്പാണ് എടുക്കരുത്, കുറച്ച് ഉറപ്പുള്ള പൈപ്പാ. അപ്പൊ PVC പൈപ്പിലൂടെ നമ്മൾ മന്ത്രിച്ചു സമയത്ത് പെണ്ണിങ്ങനെ ഇളകാൻ തുടങ്ങും. ഇളകി കൈയൊന്ന് പൈപ്പ് തട്ടും, പൈപ്പൊന്ന് മൂക്ക് തട്ടും, മൂക്ക് കേടുവരും. അപ്പൊ പിന്നെ അതിനെന്താ മാർഗം? എന്നാ പൈപ്പ് ആകും വേണം. അവരെന്താ മാർഗം? പൈപ്പിന് പകരം കടലാസ് ചുരുട്ടി പിടിക്കാം, പൈപ്പ് പോലെ. എന്നിട്ട് അതിലൂടെ മന്ത്രിക്കാം. അപ്പൊ ഏതൊരു പെണ്ണിന്റെ കൈ തട്ടിയ കടലാസ് ചുരുട്ടുള്ള മൂക്കിനൊന്നും പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഈ മന്ത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? പൈപ്പിൻ മന്ത്രം, PVC പൈപ്പ് മന്ത്രം, കുറെ മന്ത്രം കേട്ടിട്ടുണ്ട്. പക്ഷെ PVC മന്ത്രം ഡോക്ടർ സുബൈർ രസം കിട്ടുള്ളൂ. വലത് ചെവിയിൽ ഓതുക. സ്ത്രീ ആണെങ്കിൽ എന്തെങ്കിലും നീളമുള്ള ട്യൂബ് പോലെ കടലാസ് ഒന്നും കൊണ്ടിട്ട്, കടലാസിന് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ PVC പൈപ്പ് ഒന്നും ഉപയോഗിച്ച് പോകുക. കാരണം ചിലപ്പോൾ ആൾ പെട്ടെന്ന് ഒറ്റ ഞെട്ടൽ ചിലപ്പോൾ മോഹം ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് കടലാസ് ആകുമ്പോൾ കടലാസിന് ചുളുങ്ങിക്കൊള്ളുമല്ലോ. അങ്ങനെ ഓതുമ്പോൾ പെട്ടെന്ന് ഇവരിൽ മാറ്റങ്ങൾ കാണും. അവർക്കത് പിടിച്ചു വെക്കാൻ പറ്റൂല, പല രീതിയിൽ പ്രതികരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാവും ഈ രോഗിക്ക് പൈശാചിക ബാധകളാണ്. അതുകൊണ്ട് ഇപ്പൊ മാറ്റി പറയാൻ തുടങ്ങി. കണ്ട നിങ്ങള് ഓരോന്ന് പറയാൻ തുടങ്ങി. സക്കരിയ സലാഹി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, ഓരോന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാ ഗൾഫിൽ അറബികളുമായിട്ട് തർക്കമുള്ളത്. ഇവിടെ കേരളത്തിലൊന്ന് പ്രശ്നമുണ്ടാക്കുന്നവർ, കേരളത്തിലെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാത്തതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ, ജുമയുടെ ഖുത്ബയെ കുറിച്ച് തർക്കമുണ്ടാക്കുന്ന ആളുകൾ, എന്തേ ഗൾഫിൽ പോയിട്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പറഞ്ഞേക്കാത്ത അറബികളോട് സംവദിക്കാത്തത്, അവർ മന്ത്രിച്ചതും എന്തേ കുറ്റപ്പെടുത്താത്തത്? കുറ്റപ്പെടുത്താൻ കഴിയില്ല. അറബി പണത്തിന്റെ മുകളിൽ കയറി, ദീനാറിന്റെ മുകളിൽ കയറി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും എതിർക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ ചിന്തിക്കുക. ഇത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ്. ഇന്നൊന്ന് പറയുക, നാളൊന്ന് മാറ്റി പറയാൻ. ഇത് രാഷ്ട്രീയമല്ലല്ലോ, അള്ളാഹുവിന്റെ ദീനല്ലേ. നോക്കൂ നിങ്ങൾ, എന്തൊക്കെ വിഷയത്തിലാ ഗൾഫിലെ അറബികളും കേരളത്തിലെ വഹാബികളും നമ്മൾ തർക്കമുള്ളത്. എന്നിട്ട് അവരെ കാഴ്ചപ്പാട് എന്താണ്? അബ്ദുൽ ലത്തീഫ് ഗർമിലാക്കൽ പറയട്ടെ. എന്തൊക്കെ വിഷയങ്ങളാണ് അറബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്? തറാവീന്റെ റക്അത്തുകളുടെ എണ്ണം 1, സ്ത്രീകളുടെ ജുമുഅ ജമാഅത്ത് 2, വെള്ളത്തിൽ മന്ത്രിച്ചൂതൽ 3, രണ്ടാം ബാങ്ക് 4, പെരുന്നാളിന് 2 ഖുത്ബ 5. ഇതുപോലെ ഇത് അവസാനിക്കില്ല. ഇതുപോലുള്ള വിരലിൽ എണ്ണാവുന്ന, നിങ്ങൾ വിരലിലോ കൈമലോ എവിടെ എണ്ണാലും കുഴപ്പമില്ല, അങ്ങനെ എണ്ണാവുന്ന ചില വിഷയങ്ങളിൽ സലഫികൾക്കിടയിൽ, ലോകത്തുള്ള സലഫികൾക്കിടയിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത്ര ചില്ലറ അറിഞ്ഞാല് 11 റസൂലിന്റെ ചെറിയ, പിന്നെ അയക്കൊരു 12 കൂടി കൂട്ടിയപ്പോ ചില്ലറായി 11, 12, 23. ആ ചില്ലറ അഭിപ്രായ വ്യത്യാസം. അങ്ങനെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അത് അവർക്കിടയിലുള്ള ഒരു ആദർശ വ്യതിയാനൊന്നുമല്ല, അഭിപ്രായ ഭിന്നത മാത്രമാകുന്നു. മനസ്സിലായില്ലേ? ഇതെന്താ? അത് അറബികളെ കുറിച്ചാണ് പറഞ്ഞത്. അറബികൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം അത് ആദർശ വ്യതിയാനമാണെന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അവിടേക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇത് സമർപ്പിച്ചുകൊണ്ട് വല്ലതും വാങ്ങാൻ പറ്റുമോ? ഇല്ല. ദീനാറിന്റെ മുകളിൽ കയറി നിന്ന് ദീനിനെ കുറിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതേ നമ്മളും പറയുന്നുള്ളൂ. ദീനാറിന്റെ മുകളിൽ കയറി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ചർച്ച ചെയ്യുമ്പോൾ, ഷാർജയിൽ ചെല്ലുമ്പോൾ അങ്ങനെയാവാം, ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാവാം.